ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. യെസ്, സോറി, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മിസ് ദേ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. കാരണം നമ്മുടെ എക്സാം അടുത്തല്ലേ. മിസ്സും കുറച്ചൊരു ലോങ് ലീവ് ആയിരുന്നു. ദേ മിസ് ഇപ്പോൾ തിരിച്ചു വന്ന് നിങ്ങൾക്ക് വേണ്ടി ഫ്രഷ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും അതുപോലെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് എക്സാംസിനും നമ്മൾ വളരെ ഫോക്കസ് ചെയ്ത് പഠിച്ച ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ 4th ചാപ്റ്റർ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ദേ നമ്മുടെ ഐശ്വര്യ മിസ്സും ഉണ്ടല്ലേ. ഐശ്വര്യ മിസ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ 5th ചാപ്റ്റർ ഏതാണ്? ഇലക്ട്രിക് എനർജി അല്ലേ. നമുക്ക് നോക്കുകയാണെങ്കിൽ കൺസെപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈവിൽ വന്ന എല്ലാവരും മിസ്സിന് ഒരു മെസ്സേജ് ഒക്കെ അയക്കുക, ഒരു ഗുഡ് ഈവനിങ് ഒക്കെ പറയുക. അവിടെ മഴയുണ്ടോ? ഇവിടെ ഒരു നല്ലൊരു മഴ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അത് നല്ല കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ എങ്ങനെയാണ്? മഴയുണ്ടോ? എന്താണ് അവസ്ഥ? നിങ്ങളൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും മിസ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് പതുക്കെ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്ക് രണ്ടും നല്ല ഹെവി ചാപ്റ്ററാണ്. വിത്തിൻ 2 hours നമ്മുടെ ഈ 2 ചാപ്റ്ററും തീർക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് അടിപൊളിയായിട്ട് തീർക്കും വിത്ത് സപ്പോർട്ട് ഓഫ് യു അല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ലൈവ് നമ്മൾ അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ നിങ്ങൾ ഈ എല്ലാവരും എന്ത് ചെയ്യണം? ലൈവിൻ്റെ എൻഡ് വരെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് ആദിത്യൻ, അതുപോലെ തന്നെ പാർവതി എന്നാണോ? അല്ല, ആരാണ്? വിയാൻ, അതുപോലെ മഴക്കാരുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ സന്ധ്യയൊക്കെ ആയി. ഇനി മഴ പെയ്യട്ടെ, അല്ലെങ്കിൽ ചൂടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഭയങ്കര ചൂടാണല്ലേ എല്ലായിടത്തും. സോ നമുക്ക് പതുക്കെ നമ്മുടെ എക്സാമിന് പഠിച്ചു തുടങ്ങാം. നമ്മുടെ എക്സാം എന്നാ? ഫിസിക്സ് എക്സാം എന്നാ? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്നാ ഫിസിക്സ് എക്സാം? വല്ലതും ഓർമ്മയുണ്ടോ? നിങ്ങൾ പൊരിഞ്ഞ പഠനത്തിലായിരിക്കും, എല്ലാ സബ്ജക്റ്റും മാറി മാറി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം പോലും വേസ്റ്റ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മുൻകൂട്ടി കുറച്ച് പഠിച്ചു വെക്കുന്നത് എപ്പോഴും ബെറ്റർ ആണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഹെവി ചാപ്റ്റേഴ്സ് അല്ലേ. മാഗ്നറ്റിക് ഇഫക്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മഴയുണ്ടെന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, കുറേ ആൾക്കാരുടെ അടുത്ത് മഴയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറേ പേര് കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നവരുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഗ്യാങ് ചേർന്ന് പഠിക്കുന്നവരുണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ, നിങ്ങളുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരും ഒപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് റിവിഷൻ ചെയ്യാം. ഇത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോൾ മിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഈ 1 hour നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ഒരു 4 or 5 ടോപ്പിക്സ് ആണ്. നമ്മൾ ചാപ്റ്റർ വളരെ വിശാലമായി കിടക്കുന്നുണ്ടെങ്കിലും അതിൽ പഠിക്കാനുള്ളത് നമുക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ അത് വരും. അതുകൂടാതെ പിന്നെ ഒരു ടോപ്പിക് ഉള്ളത് നമ്മുടെ സോളിനോയിഡ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. സോളിനോയിഡ്സിനെ കുറിച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇലക്ട്രിക് മോട്ടോർ അല്ലേ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് ലൗഡ് സ്പീക്കർ അല്ലേ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. സോ ഓയ് മിസ്സേ എന്നൊക്കെ പറയുന്നുണ്ട് അഭിനവ്. എല്ലാവരും ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ്. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ്സിലേക്കൊക്കെ വേഗം തന്നെ നമ്മുടെ ലൈവ് ഷെയർ ചെയ്യുക. നമ്മൾ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾസ് ആകുമ്പോഴാണ്, നമ്മൾ കഴിഞ്ഞ ലൈവിന് കുറേ പേരുണ്ടായിരുന്നല്ലോ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക? കൂട്ടി വരിക. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തന്നെ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് കഴിഞ്ഞ് മിസ് 1 മണിക്കൂറിനുള്ള ഇറങ്ങാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഐശ്വര്യ മിസ്സിനും കുറേ പഠിപ്പിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അധികം സമയം കളയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണുന്ന പോലെ തന്നെ നമ്മുടെ ട്യൂഷൻ്റെ കാര്യം ഇതിലുള്ള കുറേ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. എങ്കിലും ഇനിയിപ്പോൾ നിങ്ങളുടെ താഴെയുള്ള അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ സ്കൂൾ ലെവലിൽ ട്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രില്യൻ പാല പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ബ്രില്യൻറ്റിൻ്റെ ട്യൂഷൻ ക്ലാസ് എന്ന് പറയുന്നത്. BTC എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. നിങ്ങൾക്ക് BTS അറിയാലോ. അതുപോലെ ബ്രില്യൻ പാലാസ് ട്യൂഷൻ ക്ലാസ്സസ് ആണ് BTC. സോ ഈ BTC വഴി നിങ്ങൾക്ക് ക്ലാസ് 6 തൊട്ടിട്ട് ക്ലാസ് 10th വരെയുള്ള എന്തുണ്ടടാ ട്യൂഷൻ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ഫീസസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. വിത്തിൻ ഒരു 1 ഇയറിലേക്കാണ് ഈ പറയുന്ന ഫീസസ് അവൈലബിൾ ആയിരിക്കുക. കൂടാതെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണ് ഇവിടുത്തെ ലേണിംഗ് ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറേ വർക്കൗട്ട് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ നീറ്റിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ലേണിംഗ് ആപ്പ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ സയൻസിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും, മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളുടെയും എക്സ്ക്ലൂസീവ് ട്യൂഷൻ ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ.
അപ്പോൾ എല്ലാവരും ഫുൾ ഓൺ പവറാണ്, എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ ഇവിടെ പ്രൊവൈഡഡ് ആണ്. താഴെ നിങ്ങളുടെ അതിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും നമ്പർ. അതുപോലെ തന്നെ നമ്മുടെ brilliantpala.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്യൂഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ട്യൂഷന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റെഗുലർ എക്സാംസ്, മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി വരികയാണ്. കാരണം പുതിയ സിലബസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചിട്ടൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ മിസ്സുമാരെല്ലാവരും കൂടി ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽസ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ എല്ലാവർക്കും. അപ്പോൾ യെസ്, ബാക്ക് ടു അവർ ടോപ്പിക്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ. സോ നമുക്ക് എല്ലാവർക്കും ഇത്തിരി ഹയർ ക്ലാസ്സിലേക്ക് പോയാലും എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു ചാപ്റ്ററാണിത്. കാരണം ഇതിലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാം അപ്ലിക്കേഷൻ ലെവലിൽ വരുമോ, എക്സ്പെരിമെൻറ്റ്സ് എപ്പോഴും നമ്മൾ എത്രയൊക്കെ പഠിച്ചു വെച്ചാലും അയ്യോ തെറ്റി, അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ചാപ്റ്ററാണ്. സോ നമുക്ക് ആ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. ഓക്കെ ആണോ? യെസ്. അപ്പം മിസ് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ വന്നിട്ടുള്ള എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. മിസ് ഒന്ന് നോക്കട്ടെ എത്ര പേര് ലൈക്ക്, വളരെ കുറവാണ്. നിങ്ങൾ ഉള്ളതിൽ വെച്ചിട്ട് വളരെ കുറച്ച് പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നത് ലൈക്കൊക്കെ വഴിയാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഇത്ര നാൾ കണ്ടിന്യൂസ് ആയിട്ട്, ഇനി നിങ്ങളുടെ എക്സാമിൻ്റെ തലേദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലൈവ് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചത് മിസ് വളരെ വിശദീകരിച്ച് ഈച്ച് ആൻഡ് എവറി ലൈൻസ് അല്ല, ഇതിലെ ഫോക്കസ് ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലായിട്ട് മിസ് വീണ്ടും ലൈവ് വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഡിസ്കസ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമുക്ക് ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, നമുക്ക് തന്നെ ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തിരി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു കൊണ്ടിട്ടുണ്ട് മിസ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കോൺസെപ്റ്റ് പഠിക്കും, ആ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നമ്മൾ ജസ്റ്റ് ഡീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ പഠിച്ചു പോവാം. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത് നമുക്കറിയാം, നമ്മുടെ ചാപ്റ്ററിൽ മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്കറിയാം, നോർമലി ഒരു മാഗ്നറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും എന്തുണ്ട്, യെസ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് കാരണമാണ് നമ്മൾ അതിനടുത്ത് എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പിന്നോ, സേഫ്റ്റി പിന്നോ, അല്ലെങ്കിൽ ഒരു മുട്ടു സൂചിയോ, അല്ലെങ്കിൽ അങ്ങനത്തെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്തെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോൾ അത് അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് കാരണമാണ്. അതാണ് ഈ പറയുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ വലിച്ച് അടുത്തേക്ക് എത്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചൊക്കെ കാര്യമായി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വിത്തൗട്ട് എ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അൽനിക്കോ അതുപോലെയുള്ള ലോഹസങ്കരങ്ങൾ അല്ലേ, മെറ്റൽ അലോയ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഈ പെർമനൻറ്റ് മാഗ്നറ്റ്സ് അല്ലാതെ നമുക്ക് എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം, നമ്മൾ പഠിച്ചതാണ്, ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. സോ നമുക്കറിയാം എന്താണ്, യെസ്, ഇതുപോലെയുള്ള യു ഷേപ്ഡ് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, അതുപോലെ റിംഗ് ഷേപ്ഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഡിസ്ക് മാഗ്നറ്റ്, ഇതുപോലത്തെ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഈ പറയുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, യെസ്, അതിനടുത്തേക്ക് വലിച്ചെടുക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ഫീൽഡിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫീൽഡ് ലൈൻസ്. ഈ ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, എങ്കിലും ഒന്ന് ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് എന്താണ്, യെസ്, എപ്പോഴും ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് ഫീൽഡ് ലൈൻസ് വരുന്നത് ഫ്രം ദി നോർത്ത് സൈഡാണ് അല്ലേ. നോർത്ത് സൈഡിൽ നിന്ന് എവിടേക്ക് എത്തുക, സൗത്ത് സൈഡിലേക്ക് നമ്മുടെ ഫീൽഡ് ലൈൻസ് എത്തും. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, എപ്പോഴും ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരുന്നത്, ഔട്ട്വേർഡ് വരുന്നത് ഫ്രം നോർത്ത് സൈഡും ദെൻ ഫീൽഡ് ലൈൻസ് വിൽ ബി ഇൻവേർഡ് ടുവേർഡ്സ് ദി സൗത്ത് പോൾ
അല്ലേ? അങ്ങനെയാണെങ്കിൽ സൗത്ത് ടു നോർത്ത് ആണ് എന്ത് വരുന്നത്? ഇൻസൈഡ് ദി മാഗ്നറ്റ് ഫീൽഡ് ലൈൻസ് വരുന്നത്. സൗത്ത് ടു നോർത്ത് ആണ്. ദെൻ നോർത്ത് ടു സൗത്ത് ആണ് ഔട്ട്സൈഡ് ദി മാഗ്നറ്റ് എന്താ ഫീൽഡ് ലൈൻസ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ച കാര്യമാണ്. ഇനി ഈ ഫീൽഡ് ലൈൻസിനെ അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഈ മാഗ്നറ്റിൻ്റെ ഹെൽപ്പ് ഒന്നുമില്ലാതെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? യെസ്, അവിടെയാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ്. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന മാഗ്നറ്റിക് ഇഫക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഇൻവെൻഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് ഇർസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ എന്താണ് നമുക്ക് ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ ഇല്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ ഒരു സയൻറ്റിസ്റ്റാണ് ഈ പറയുന്ന മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആള് എന്താണ് എക്സ്പെരിമെൻ്റ് ചെയ്തത്, എന്താണ് കണ്ടത് എന്ന് വിചാരിച്ചാൽ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു നോർമൽ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ അടുത്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന കറണ്ട് ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനുള്ളിലൂടെ കടന്ന് പാസ്സായി പോയപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു കണ്ടക്ടർ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റ് ചെയ്തു. അതായത് ഇങ്ങനെ അനങ്ങിയെന്ന്. ഒരു കോമ്പസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ അടുത്ത് ഈ പറയുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മൾ വെച്ചിട്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള കോമ്പസ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് ഇല്ലേ, നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്, അതടുത്ത് വെച്ചപ്പോൾ ഈ പറയുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്തപ്പോൾ ഈ കോമ്പസ് ഡിഫ്ലക്റ്റ് ചെയ്തു. കോമ്പസ് ഡിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുവരണം. കാരണം കോമ്പസിൻ്റെ ഉള്ള ഒരു ചെറിയൊരു നീഡിൽ മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തപ്പോഴാണ് ഇത് ഡിഫ്ലക്റ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് ഈ ഇലക്ട്രിക് കറണ്ടിന് ചുറ്റും എന്തായി? എന്തോ ഒരു ഫീൽഡ് ലൈനോ അല്ലെങ്കിൽ എന്തോ ഒരു മാഗ്നറ്റിക് ഇഫക്റ്റ് അവിടെ ഉണ്ടായി. യെസ്, അവിടെ നിന്നാണ് നമ്മുടെ എന്ത് ചെയ്തത്? നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, യെസ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ നമ്മുടെ SSLC എക്സാമായിട്ട്? യെസ്, അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ആൻസേഴ്സ് പെട്ടെന്ന് മിസ് ചോദിക്കുമ്പോൾ ആൻസർ പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ ഈസ്റ്റർ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തില്ലേ, അതുപോലെ നമ്മളൊരു എന്ത് ചെയ്തു? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുത്തു. ദെൻ അതിലെന്ത് ചെയ്തു? ഈ പറയുന്ന ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ദെൻ സ്വിച്ച് നമ്മൾ ഓൺ ആക്കി വെക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? ഒരു ബാറ്ററി ഉണ്ട്, ഒരു സർക്യൂട്ടിലൊരു ബാറ്ററി ഉണ്ടെങ്കിൽ അതിലൂടെ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക? അറിയാലോ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ത്രൂ ഔട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ബാറ്ററി ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്തു തുടങ്ങും. ദെൻ ടുവേർഡ്സ് ദി നെഗറ്റീവ് ടെർമിനൽ, അല്ലേ? അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് എന്താണ്? ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അങ്ങനെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ്. ഒരു കോമ്പസ് നീഡിലിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് നീഡിലിനെ അടുത്ത് കൊണ്ടുവച്ചപ്പോൾ യെസ്, ദ മാഗ്നറ്റിക് നീഡിൽ വിൽ ഡിഫ്ലക്റ്റ്. എന്ത് ചെയ്യും? അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യും, അല്ലേടാ? യെസ്, അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. എനിവേ അതെന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് മനസ്സിലായി. സോ ഈ ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ പറഞ്ഞ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. അപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വായിച്ച് നോക്കാം. എന്താണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ എന്താണ് വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന് പറഞ്ഞാൽ? യെസ്, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യാണ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അല്ലേ? ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ എക്സേർട്ട് ഫോഴ്സ് ഓൺ എ മാഗ്നറ്റിക് നീഡിൽ. ഒരു മാഗ്നറ്റിക് നീഡിലിൻ്റെ മേത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ദി മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാകുന്ന പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന പറയുന്നത്. കാന്തിക മണ്ഡലത്തിന് ഒരു കാന്തസൂചിയിൽ ബലം പ്രയോഗിക്കാൻ കഴിയും. ഓക്കെ, ഈ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യും? കാന്തസൂചിയിൽ ബലം പ്രയോഗിക്കാനായിട്ട് കഴിയുന്നു. ഇതാണ് വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇതാണ് അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്. ദെൻ ഇനി എന്താണ്? ഇനി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? ഓക്കെ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ്, എങ്ങനെയാണ് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക?
നമ്മൾ ബാർ മാഗ്നറ്റിന് ചുറ്റും നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. നോർത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, സൗത്തിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസാ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. എന്താണ്? ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് അല്ലേടാ. അതായത് ഇങ്ങനെ എന്താണ്, അതിൻ്റെ സെൻറ്റർ എല്ലാം സെയിം ആയിരിക്കും. അങ്ങനത്തെ സർക്കിൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിന് ചുറ്റും എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ കണ്ട ആരോ മാർക്കൊക്കെ ഇട്ടിരിക്കുന്നത് അതെങ്ങനെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, നമ്മുടെ ഏത് റൂളാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ. നമ്മുടെ വലത് കൈ പെരുവിരൽ നിയമം അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? വലത് കൈ അങ്ങോട്ട് എടുക്കും. ദെൻ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണല്ലോ, ആ കറണ്ട് പോകുന്ന ഡയറക്ഷനിലേക്ക് നമ്മുടെ തമ്പ്, നമ്മുടെ പെരുവിരൽ അല്ലെങ്കിൽ നമ്മുടെ തമ്പ് എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബാക്കിയുള്ള ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഈ പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യുന്നു. ദെൻ ആ കേൾ ചെയ്യുന്ന ആ ഫിംഗേഴ്സ് ഇങ്ങനെ ചുരുട്ടുന്ന ഡയറക്ഷനിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരിക. ഇത് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഒരിക്കലും മറക്കില്ല. എങ്കിലും ഒന്ന് റിവിഷൻ പോലെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിവിടെ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും? ഇതുപോലത്തെ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് പറയും സ്റ്റേറ്റ് ദ ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്തായാലും എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പം നമ്മൾ ക്ലിയർ വേർഡ്സിൽ എഴുതണം. വെറുതെ നമ്മുടെ വലത് കൈ എടുക്കുക, പെരുവിരൽ, തള്ളവിരൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് എഴുതിയിട്ട് കാര്യമില്ല. ക്ലിയർ കട്ടായിട്ട് നമ്മൾ എപ്പോഴും ലോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ, സ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതണം. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, മാർക്ക് കിട്ടില്ല കേട്ടോ. ഹായ് മാം, സോറി ഫോർ ലേറ്റ്. ഇറ്റ്സ് ഓക്കെ. നമുക്ക് അധികം ഇൻട്രാക്ട് ചെയ്യാനും സംസാരിക്കാനുള്ള സമയമില്ല. കാരണം നമുക്ക് ക്വിക്ക് റിവിഷനാണ്, നമ്മുടെ ചാപ്റ്ററിൻ്റെ റാപ്പിഡ് റിവിഷൻ ആണെന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മിസ് അധികം മെസ്സേജസ് വായിക്കാത്തത്. എനിവേ നമുക്ക് ഇപ്പോൾ വന്നവരാണെങ്കിലും എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ലൈവ് ഇപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങുക. തുടക്കത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം അല്ലേ. ഇമാജിൻ ഹോൾഡിങ് എ കണ്ടക്ടർ വിത്ത് യുവർ റൈറ്റ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. മിസ് ഇത് വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, നമ്മൾ മലയാളത്തിലാണെങ്കിലും മലയാളം മീഡിയം കുട്ടികൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന വലത് കൈ പെരുവിരൽ നിയമം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ എന്ത് പഠിച്ചു വയ്ക്കുക. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ അത്ര ടഫൊന്നുമല്ല. കാരണം ഇത് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഈ പറയുന്ന വലത് കൈ എടുക്കുക, അതിൻ്റെ എന്താണ് നമ്മുടെ തമ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പെരുവിരൽ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോലെ പിടിക്കുക. ദെൻ ബാക്കി ഫിംഗേഴ്സ് നമ്മൾ കേൾ ചെയ്യുന്നു. ദെൻ ആ ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ചുരുട്ടുന്ന ബാക്കിയുള്ള വിരലുകളായിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ ഒരു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ആദ്യം നോക്കിയത് എന്തായിരുന്നു ഇവിടെ? നമ്മൾ ആദ്യം നോക്കിയത് നമ്മുടെ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് തരാം. നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. യെസ്, ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതും മേ ബി സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. എന്താണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ഇത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ. ഓക്കെ, അതുകൂടാതെ നോക്കുക, സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ ഫോമിലാണ് എന്ന് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, കോൺസെൻട്രിക് സർക്കിൾസ് അല്ലേ, ഈ പറയുന്ന വൃത്താകൃതിയിലാണ്. അതായത് ഒരു പോയിന്റിനെ തന്നെ ഇതാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന എല്ലാ ഫീൽഡ് ലൈൻസും അതിന് ചുറ്റും ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് സർക്കിൾസ് ആയിട്ട്. സോ അതുകൊണ്ട് അതും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. യെസ്, അപ്പോൾ 3 പോയിന്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ദെൻ നമുക്ക് ഇതല്ല, നമുക്ക് എക്സ്പെരിമെൻ്റൽ ലെവലിൽ അല്ലേ, നമുക്ക് ആക്ടിവിറ്റിയുടെ ബേസിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ജംപ് ഇൻ ടു അതുപോലെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലേ.
യെസ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, നമ്മൾ ഈ സ്ട്രേറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലൂടെ കറണ്ട് നമ്മൾ പാസ് ചെയ്യിപ്പിക്കുകയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്ട്രേറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എ ബി എന്ന് പറയുന്നത്. നമ്മൾ എന്തുണ്ട്, നമുക്കിവിടെ ഒരു ബാറ്ററി ഉണ്ട്, ദെൻ സ്വിച്ച് ഉണ്ട്, ദെൻ എന്താണ്, ഒരു മാഗ്നറ്റിക് നീഡിലിനെ നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, സ്വിച്ച് ഓൺ ആക്കുന്നു, ദെൻ എഗെയിൻ എന്തുണ്ടാകുന്നു, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഇത് ഓൺ ആക്കുമ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് എന്ത് ചെയ്യും, യെസ്, നമ്മുടെ കറണ്ട് പാസ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് വെൻ വ്യൂഡ് ഫ്രം എബവ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? നമ്മൾ ഈ പറയുന്ന എക്സ്പെരിമെൻറ്റിൽ ബെൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ താഴെ വെച്ചിരിക്കുന്ന ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുക? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കുമോ അതോ ക്ലോക്ക് വൈസ് ആയിരിക്കുമോ? ഇതൊരു ഫസ്റ്റ് കേസ് ആണ്. ഈ ഫസ്റ്റ് കേസ് നോക്കിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അങ്ങോട്ടാണ്. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ സർക്കിൾസ് ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ, ഇതുപോലെ സർക്കിൾസ് ആയിരിക്കും. ഈ സർക്കിൾസ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഡൗട്ട്. ഏത് ഡയറക്ഷനിലായിരിക്കും? നമുക്ക് ആരോ മാർക്ക് അറിയണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാം നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യണം, വലതുകൈ പെരുവിരൽ നിയമം ഉപയോഗിക്കണം. അതിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ, എ ടു ബി ആണ് കറണ്ട്. ഐ എന്ന് പറയുന്നത് പോകുന്നത് എങ്ങനെയാണ്, എ ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, നമ്മുടെ തള്ളവിരൽ എന്ത് ചെയ്യുക, എ ടു ബി ഡയറക്ഷനിൽ പിടിക്കുക. ദെൻ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്യുക. അപ്പോൾ കേൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് മുകളിൽ ഇപ്പോൾ നമ്മളൊരു റൗണ്ട് ഒരു സർക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഇങ്ങനെയാണ് വരുന്നത്. അതായത് താഴത്തു നിന്ന് എന്താണ് ഉള്ളിലേക്കാണ് പോകുന്നത്, ദെൻ മുകളിലൂടെ പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുക. അതായത് താഴത്തൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് അല്ലേ, ഉള്ളിലേക്ക് പോയിട്ട് ദെൻ പുറത്തു കൂടെ നമ്മൾ വിരലെടുക്കും. ദെൻ അപ്പോൾ നോക്കുകയാണെങ്കിൽ യെസ് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് നീഡിൽ എന്താ ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്, താഴെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുക ഇങ്ങോട്ടായിരിക്കും, ഉള്ളിലേക്കായിരിക്കും. കാരണം നമ്മുടെ ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്, ഇങ്ങനെയാണ് അല്ലേ. ഇതിന് നമുക്ക് ഈസി വേറൊരു മെത്തേഡ് ഉണ്ട്, മിസ് അത് പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും ഇങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ ആണോ? യെസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. ഇതിൻ്റെ വേറെ രണ്ടാമത്തെ ഒരു കേസാണ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് ടു നെഗറ്റീവ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്തത്. ഇവിടെ ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് ടെർമിനൽ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കറണ്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്നാണ് ഫ്ലോ ചെയ്ത് തുടങ്ങുക. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടേക്ക് നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാടാ, ബി ടു എ ആണ് അല്ലേ, എ ടു ബി അല്ല, ബി ടു എ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് എടുക്കുന്നു, ബി ടു എ പിടിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുക, ഫിംഗേഴ്സ് കേൾ ചെയ്ത് അതിനെ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളാണ് കിട്ടുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് അല്ലെ, മുകളിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ട് താഴത്തേക്കാണ് അടിയിൽ കൂടെ വരിക. അതായത് ഉള്ളിലേക്ക് പോകുന്നത് മുകൾ ഭാഗത്താണ്, ദെൻ താഴത്ത് കൂടെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് അല്ലേ. യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ചെയ്യുക, യെസ്, നമ്മുടെ ഈ പറയുന്ന ഫീൽഡ് ലൈൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നോർത്ത് പോളിന് എന്ത് ഡിഫ്ലക്ഷനാണ് കാണിക്കുക എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നീഡിലിന് എന്ത് ഡിഫ്ലക്ഷനാണ് ഉണ്ടാകുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, അതായത് പുറത്തേക്കാണ് അല്ലേ. അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആരോ മാർക്ക് പുറത്തേക്കാണ് വന്നിരിക്കുന്നത്. അതായത് നോർത്ത് പോള് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നാണ്. ക്ലോക്ക് വൈസ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ക്ലോക്കിൻ്റെ ഡയറക്ഷനിൽ വേണം അത് എന്ത് ചെയ്യാൻ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ലോക്കിൻ്റെ ഡയറക്ഷനിൽ വേണം എന്ത് ചെയ്യാൻ, അത് റൊട്ടേറ്റ് ചെയ്യാൻ അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് നോക്കൂ, ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ക്ലോക്ക് ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുക. യെസ്. അപ്പോൾ ഇതെന്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ അല്ലേ. സോ നമുക്കിവിടെ നോട്ട് ചെയ്യാം, ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. വ്യൂഡ് ഫ്രം എബോവ്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ കേട്ടോ, മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് നമ്മുടെ നോർത്ത് പോൾ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ ഡിഫ്ലക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ കണ്ടോ, ആരോ മാർക്ക് ഇങ്ങോട്ടാണ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ ഇവിടെ എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ പറയുന്ന
നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്. സോ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് മിസ്സിൻ്റെ വിശ്വാസം. ഇനി ഇവിടെയാണ് എളുപ്പം ട്രിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മിസ്സ് പറയുകയാണ്. കാരണം എക്സാമിന് മേ ബി നിങ്ങളിങ്ങനെ കൈയൊക്കെ പിടിച്ച് നോക്കി ഈ പറയുന്ന ഇതാണ്, ഈ ഒരു ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എപ്പോഴും തെറ്റിക്കുക. ഉള്ളിലേക്ക് അടിയിൽ കൂടെ പോയിട്ട് മുകളിലേക്ക് പുറത്തേക്ക് വരും, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റിച്ചു എന്ന് വരും. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്ന മെത്തേഡാണ്. ഇതൊന്നും ആലോചിക്കേണ്ട, ഈ ആരോ മാർക്സ് മാത്രം ശ്രദ്ധിക്കുക. ആരോ മാർക്സ് മാത്രം ശ്രദ്ധിക്കുക. അതായത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണല്ലോ നമ്മുടെ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പോസിറ്റീവ് ടു നെഗറ്റീവ് നമ്മുടെ കറണ്ട് അല്ലേ, അതായത് എ ടു ബി നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്തു. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ അതോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ? നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്ക്, ഇത് എന്ത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? അതായത് ഇങ്ങനെ പോകുന്നത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? കറണ്ട് ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? യെസ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ മനസ്സിലാക്കുക, കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ പറയുന്ന മാഗ്നറ്റിക് നീഡിലും എന്ത് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. കേട്ടല്ലോ? ശ്രദ്ധിക്കുക, കറണ്ട് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നീഡിലും എന്താ ഡിഫ്ലക്റ്റ് ചെയ്യുക? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. കേട്ടോ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുക ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നീഡിലും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ദെൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? നോക്കിയാടാ, പോസിറ്റീവ് ടു നെഗറ്റീവ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ? കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ നീഡിലും എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അല്ലേ? നീഡിലും സെയിം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. സോ ഇത്രയൊന്നും ഓർത്ത് വെച്ചില്ലെങ്കിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് എന്ത് ചെയ്യാൻ? യെസ്, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആലോചിക്കുക, കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ പറയാൻ പറ്റും. ഒന്നും കൂടി മിസ് ഇവിടെ കാണിച്ചു തരാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? നീഡിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും, അതായത് ഇങ്ങോട്ട് അല്ലേ? അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ നീഡിലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അതായത് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, ഇതാണെങ്കിൽ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈസിയാണ്. എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവരും ഓക്കെ ആണോ? യെസ്, എല്ലാവരും ഓക്കെ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാടാ? ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയുണ്ട്. നമുക്ക് എക്സ്പെരിമെൻറ്റ് ചോദിച്ചിട്ടാണ് എന്താണ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നില്ല. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറി, നമ്മുടെ കോൺസെപ്റ്റുകൾ മാറി, നമ്മൾ ഇത്രയും ബുദ്ധിയുള്ള കുട്ടികളാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇത്തിരി കൂടി അപ്ഡേറ്റഡ് ആയത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും അതിനനുസരിച്ച് എന്തായിരിക്കും? ടഫായിരിക്കും. സോ നോക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിലൊരു ക്വസ്റ്റ്യൻ ആണ്. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ച് നോക്കാം. എ കണ്ടക്ടർ ഈസ് ഹെൽഡ് എബവ് ആൻഡ് പാരലൽ ടു ദ മാഗ്നറ്റിക് നീഡിൽ. വാട്ട് കോസസ് ദ മാഗ്നറ്റിക് നീഡിൽ ടു ഡിഫ്ലക്ട് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം എന്താണ്? സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ. ബിക്കോസ് എന്താണ്? ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഈ പറയുന്ന നീഡിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്തത് അല്ലേ? രണ്ട് മാഗ്നറ്റ്സ് അടുത്ത് വന്നാൽ അവിടെ ഒരു റിപ്പൽഷൻ, ഒരു അട്രാക്ഷൻ നടക്കില്ലേ? സെയിം കാര്യം. ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു നീഡിൽ എന്ത് ചെയ്യും? അതിനോട് ഇൻറ്ററാക്ട് ചെയ്യും. അതുകൊണ്ടാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്തത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ സജസ്റ്റ് 2 ways to reverse the direction of this deflection അല്ലേ? ഈ വിഭ്രംശത്തിൻ്റെ ദിശ വിപരീതമാക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇതിപ്പോൾ സപ്പോസ് ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ഡിഫ്ലക്ഷൻ എനിക്ക് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കണം. ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അല്ലാതെ എനിക്ക് അതിനെ ക്ലോക്ക് വൈസിലേക്ക് മാറ്റണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? 2 മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്തായിരിക്കും 2 മെത്തേഡ്? ഒരു മെത്തേഡ് ഇപ്പോൾ തന്നെ നമ്മളിവിടെ ചെയ്തു. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആൻസർ പറയുന്നുണ്ടോ?
യാ നമുക്ക് നോക്കാം എന്ത് ചെയ്താൽ മതി എന്നറിയോ? യാ ഒന്നാമത്തെ കാര്യം ഈ ഒരു ബാറ്ററീനെ തിരിച്ച് കണക്ട് ചെയ്യുക, അതായത് റിവേഴ്സ് ദ കറണ്ട് ഡയറക്ഷൻ അല്ലേ. ആ കറണ്ടിൻ്റെ ഡയറക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഡിഫ്ലക്ഷനും ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. സോ വി ക്യാൻ റിവേഴ്സ് ദ ഡയറക്ഷൻ അല്ലേ. റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് വാട്ട്? കറണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ കറണ്ടിൻ്റെ അല്ലെങ്കിൽ വൈദ്യുതിയുടെ ദിശ എന്ത് ചെയ്യുക? നമ്മൾ മാറ്റുക. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ അടുത്തത് എന്താ ചെയ്യണ്ടേ? വേറെ എന്ത് ചെയ്താൽ നമുക്ക് ഡിഫ്ലക്ഷനെ വേറെ ഓപ്പോസിറ്റ് ആക്കാൻ പറ്റും? എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ പറയുന്ന നീഡിലിനെ ഉണ്ടല്ലോടാ മുകളിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, അതായത് ഈ നീഡിലിനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വയറിന് മുകളിൽ കൊണ്ടുവയ്ക്കുക. നമുക്കറിയാലോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ? സർക്കിൾസ് ആയിട്ടാണ് ഫോം ചെയ്യുക. ഇങ്ങനെ സർക്കിൾസ് ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ സർക്കിൾസ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചുറ്റും എന്താണ്? സർക്കിൾസ് ആയിട്ടാണ് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നത്. ഈ ഫീൽഡ് ലൈൻസ് ഞാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തിട്ട് അല്ലേ, ഇങ്ങോട്ട് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ അടിയിൽ കൂടെ പോയിട്ടാണ് മുകളിലൂടെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് ഇൻവേർഡ്സ് പോകുന്നത് അടിയിലാണ്, പുറത്തേക്ക് വരുന്നത് മുകൾ ഭാഗത്താണ്. സോ ഈ നീഡിലിനെ എടുത്ത് ഞാൻ മുകളിൽ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് പുറത്തേക്ക്, മുകളിലൂടെ പുറത്തേക്കല്ലേ വരുന്ന ഫീൽഡ് ലൈൻസ്, അതുകൊണ്ട് പുറത്തേക്ക് എന്ത് ചെയ്യും? അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് എന്തായും ക്ലോക്ക് വൈസുമായിട്ട് റിവേഴ്സ് ആയി പോകും. എന്ത് ചെയ്താൽ മതി? ഈ നീഡിലിനെ എടുത്ത് മുകളിൽ വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ എപ്പോഴാണ് ആവശ്യം വരിക വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണെന്നറിയോ? നമുക്ക് ഇതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുമ്പോഴാണ്. സോ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക? പ്ലേസ് ദ നീഡിൽ എബവ് ദ കണ്ടക്ടർ. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് എഴുതുന്നതാണ് ഫുള്ളായിട്ട് എഴുതുക. ഓക്കെ, മിസ് ഇപ്പോൾ എന്താണ് പെട്ടെന്ന് എഴുതുന്ന ആരും കണ്ടക്ടർ എന്ന് എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്നാണ് മിസ്സിൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക. കാരണം എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ തന്നെ എക്സാമിനല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പാർട്ടിലായിട്ട് കൊടുത്തിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഡയഗ്രംസ് ആൻഡ് ഇൻ ബോത്ത് കേസസ് ഡസ് ദ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? ജസ്റ്റിഫൈ യുവർ ആൻസർ അല്ലേ. അപ്പം നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മുടെ ഈ നീഡിൽ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ മൂവ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം സിറ്റുവേഷൻ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന സ്വിച്ചിനെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. എങ്ങനെ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അല്ലേ. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഇപ്പോൾ ഏത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസിലാണോ നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കിയാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാടാ? ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ദെൻ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ് ഉണ്ടാവുക? അപ്പോൾ സിമ്പിളാണ്. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഡിഫ്ലക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ. സിമ്പിൾ അല്ലേ? യെസ്, നമ്മൾ ഓൾറെഡി പഠിച്ചു സിമ്പിൾ ടെക്നിക്ക് വെച്ചിട്ട്. ദെൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ടു നെഗറ്റീവ് എഗെയിൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ദെൻ നമ്മുടെ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇത് നോക്കിയേ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ദ നീഡിൽ ഓൾസോ ഡിഫ്ലക്ട് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെ നീഡിൽ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ എന്താണ്? യെസ്, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് നീഡിലും എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്താണ്? മൂവ് ചെയ്യും. സോ ഐ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും? നീഡിലും എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നതും എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വെൻ ദ കറണ്ട് ഫ്ലോയിങ് ഫ്രം, നമ്മളിപ്പോൾ ഇതിന് നെയിം ചെയ്യുകയാണ് എ ടു ബി എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ എ ടു ബി ആണെന്നുണ്ടെങ്കിൽ ദെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അണ്ടർ ദി വയർ എന്ന് പറയുന്നത് ഇൻവേർഡ്സ് ആയിരിക്കും. ഇൻവേർഡ്സ് ആണ് മീൻസ് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസിലാണ് അത് മൂവ് ചെയ്യുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ തിയറട്ടിക്കൽ ബേസിൽ നമ്മുടെ റൂൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേ ആൻസർ നമുക്ക് ഈ മെയിൻ ആൻസർ
എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഇതുപോലെ കോഡ് ഉപയോഗിച്ച് പഠിച്ചു വയ്ക്കാം. ഓക്കെ, യാ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക് വേഗം നമുക്ക് അടുത്ത ടോപ്പിക്സ് പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തതാണ് നമ്മുടെ സർക്കുലാർ കറണ്ട് ക്യാരിയിങ് വയർ, വൃത്താകൃതിയിലുള്ള വൈദ്യുതി വഹിക്കുന്ന വയർ. ഇത്രയും നേരം സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വയറിനെ വളച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു സർക്കുലാർ ഷേപ്പാക്കി. അങ്ങനെയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക, നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെയാണ് യൂസ് ചെയ്യുക. അതിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്താൽ മതി. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യുക അല്ലേ. സോ പോസിറ്റീവ് ടു നെഗറ്റീവ് കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എയിലും ബിയിലുമാണ് ഇവയുള്ള ഫീൽഡ് ലൈൻസ് അവിടെ വരച്ചിരിക്കുന്നത്. നമുക്ക് എ എടുക്കാം, ഈ പോയിന്റ് എടുക്കാം. എയിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? മുകളിലേക്കല്ലേ, മുകളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എടുക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ മുകളിലേക്ക് എടുത്തു. ദെൻ ഫീൽഡ് ലൈൻസ് കണ്ടോ എന്താ ചെയ്യുന്നത്, ഇതേ ഡയറക്ഷനല്ലേ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വയ്ക്കുക, മിസ് പിടിക്കുന്ന പോലെ നോക്കുക. മുകളിലേക്ക് തമ്പ് വരുന്നു, കേൾ ഫിംഗേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചുറ്റുന്നു. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? അതെ, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന എന്തുണ്ടാകുന്നു, നമ്മുടെ ഫീൽഡ് ലൈൻസിനെ കാണാനായിട്ട് പറ്റുന്നു സർക്കുലാർ ഷേപ്പിൽ. ഇനി ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് എങ്ങോട്ടാടാ, താഴത്തേക്കല്ലേ? നോക്കി, താഴത്തേക്കല്ലേ? യെസ്, താഴത്തേക്കാണ്. നമ്മൾ ഫീൽഡ് ലൈൻസിനെ പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കുന്നത്, ഇങ്ങനെ. അപ്പോൾ അതേ ഡയറക്ഷനിലാണ് നമ്മുടെ ആരോ മാർക്കും വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങോട്ടും ദെൻ ഇത് വന്ന് ഇപ്പത്തേക്ക് ഇങ്ങോട്ടും. അപ്പോൾ അത് എന്ത് ഡയറക്ഷനാടാ? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇതിപ്പോൾ എന്തിനാണ് മിസ് ഇങ്ങനെ എഴുതി വെച്ചെന്ന് വെച്ചാൽ മേ ബി എക്സാംസിന് ചോദിക്കും. അറ്റ് ദ പോയിന്റ് എ the direction of the magnetic field will be in which direction, anti-clockwise or clockwise. അപ്പോൾ നമുക്ക് എഴുതണം മെയിനായിട്ട്. പക്ഷേ ഇവിടെ ഈ ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെ കാര്യമൊന്നും അല്ല ചോദിക്കുക, ഇവിടെ ഒരു കാര്യമേ ചോദിക്കുക. ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ നിങ്ങളെ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, കറണ്ട് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ റിങ്ങിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫീൽഡ് ലൈൻസ് വിൽ ബി, നോക്കൂ, രണ്ട് പോയിന്റിലാണെങ്കിലും ഉള്ളിൽ, ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിലേക്കല്ലേ പോകുന്നത്? നോക്കിയേ, ഇൻവേർഡ്സ് അല്ലേ. നോക്കൂ, ഇത് ഉള്ളിലേക്കാണ്, ഇത് ഉള്ളിലേക്കാണ് അല്ലേ. അപ്പോൾ മനസ്സിലായി, ക്ലോക്ക് വൈസിൽ നമ്മുടെ ഈ പറയുന്ന വയറിലൂടെ എന്ത് ചെയ്യുക, കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ഇൻവേർഡ്സ്, ഉള്ളിലേക്കായിരിക്കും പോവുക കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന മാഗ്നറ്റിക് കറണ്ട് എന്ന് പറയുന്നത്? കറണ്ട് എന്താണ്, ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നടാ, എങ്ങോട്ടാണ് പോകുന്നത്? ഇൻവേർഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, നമുക്ക് മാഗ്നറ്റിൻ്റെ പോൾസ് അറിയാം അല്ലേ, നോർത്തും സൗത്തും. നോർത്ത് ആണെങ്കിൽ പുറത്തേക്കാണ് ഫീൽഡ് ലൈൻസ് പോകാമെന്ന് പറഞ്ഞു, സൗത്ത് ആണെങ്കിൽ ഉള്ളിലേക്കാണ് ഫീൽഡ് ലൈൻസ് വരിക. അപ്പോൾ ഈ പറയുന്ന റിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് ഇവിടെ ഫീൽഡ് ലൈൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഉള്ളിലേക്ക് പോകുന്ന പോൾ ഏതാ? സൗത്ത് അല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിങ്ങിൻ്റെ പോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും അവിടെ? സൗത്ത് പോളായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇൻവേർഡ്സ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഈ റിങ്ങിലൂടെ മൂവ് ചെയ്യുന്നത് എങ്കിൽ അത് സൗത്ത് പോളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. സൗത്ത് പോള്, ക്ലോക്ക് വൈസ് സൗത്ത്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ സൗത്ത് പോളാണ് ക്രിയേറ്റ് ചെയ്യുക, സൗത്ത് പോള്. ഓക്കെ, എന്തുകൊണ്ടാണ്? ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്കാണ് ആ റിങ്ങിൻ്റെ ഉള്ളിൽ പോകുന്നത്. ഇൻവേർഡ്സ് ആണ് ഫീൽഡ് ലൈൻസ് പോകുന്നത്. അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പഠിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ദെൻ ഈ സെയിം സിറ്റുവേഷനിൽ എന്തുണ്ട്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുണ്ട്. എനിവേ ഇവിടെ കണ്ടോ, വേറൊരു സിറ്റുവേഷൻ തന്നിരിക്കുകയാണ്. ഇഫ് കറണ്ട് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, നമ്മൾ എന്ത് ചെയ്തു, ബാറ്ററിയുടെ ടെർമിനൽ ഒന്ന് തിരിച്ച് മാറ്റി കൊടുത്തു. ആ ഒരു ഫിഗറിൽ മിസ് ചെറുതായിട്ടൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതായത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണല്ലോ കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങുക. പോസിറ്റീവ് ടെർമിനൽ
നമ്മുടെ വലിയ വരയിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്തു തുടങ്ങി. ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ദെൻ നെഗറ്റീവിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? യെസ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എയിലും ബിയിലും എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരിക? നമുക്ക് നോക്കാം. യെസ്, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എ നോക്കാം അല്ലേ? എ നോക്കണോ ബി നോക്കണോ? നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ പോവാം. ഇങ്ങനെ ബി ടു എ ആണ് കറണ്ട് പോകുന്നത്. എനിവേ ബിയിൽ നിന്ന് മുകളിലേക്കാണ് കറണ്ട് പോകുന്നത് അല്ലെ? ബിയിൽ മുകളിലേക്കാണ്. സോ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് അല്ലേ? അതായത് ആരോ മാർക്ക് എന്താ ഇങ്ങോട്ട്, ദെൻ ഇവിടേക്ക് വരുമ്പോൾ തിരിഞ്ഞു വരും അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലേ? അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ബിയിൽ. ദെൻ കറണ്ട് ഇങ്ങോട്ട് വരുന്നു, എയിലേക്ക് എത്തുന്നു. എയിൽ ഈ പറയുന്ന പോലെ കറണ്ട് താഴത്തേക്കാണ്. അപ്പോൾ ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും? ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ്. അതായത് യെസ്, തിരിഞ്ഞു വരും അല്ലേ? ഇവിടെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരും. ഇവിടെ അപ്പം നമ്മൾ നോക്കുമ്പോൾ ഉള്ളിൽ, ഈ റിങ്ങിൻ്റെ ഉള്ളിൽ ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരുന്ന പോലെയാണ് അല്ലേ? പുറത്തേക്ക് വരുന്ന പോലെയാണ് ഫീൽഡ് ലൈൻസ്. ദാറ്റ് മീൻസ് അതെന്തായി? നോർത്ത് പോളായിട്ട് മാറി ഈ റിങ്ങിൻ്റെ ഉള്ളിൽ. സോ ഇവിടെയും നമുക്ക് എന്തുണ്ട്? ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് ഓർത്ത് വെക്കാം. അതായത് കറണ്ട് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ നമ്മുടെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ്സ് ആയിരിക്കും. അങ്ങനെ ഔട്ട്വേർഡ്സ് ആയിട്ട് ഫീൽഡ് ലൈൻസ് പോവുക. ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്കാണ് ഫീൽഡ് ലൈൻസ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ പോൾ എന്തായിരിക്കും? നോർത്ത് പോളായിരിക്കും. എന്തായിരിക്കും? നോർത്ത് പോളായിരിക്കും. കേട്ടോ? അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റിങ്ങിൻ്റെ പോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൗത്തും. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തിരിഞ്ഞാവുകയാണ്, എന്തായാലും മനസ്സിലാക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോളായിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. കറണ്ടല്ലേടാ കറണ്ട്, ഇതെന്താ നമ്മുടെ പോൾ ഏതാന്ന്? ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കറണ്ട് എന്നുണ്ടെങ്കിൽ എൻ ശ്രദ്ധിക്കുക കേട്ടോ. ആൻറ്റി, അതായത് എൻ ഇല്ലടാ, അതുകൊണ്ട് അത് നോർത്ത് പോളാണ്. ഇനി ക്ലോക്ക് വൈസ് ആണെങ്കിലോ അതിൻ്റെ ഓപ്പോസിറ്റ് പോൾ ഏതാ? സൗത്ത്. ഓക്കെ, ആൻറ്റി അതിൽ എൻ ഉള്ളത് കൊണ്ട് അത് നോർത്ത് പോളായിരിക്കും. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളായിരിക്കും. സിമ്പിൾ അല്ലേ? എപ്പോൾ? കറണ്ടിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ റിങ്ങിലെ കാര്യമാണ് മിസ്സ് പറഞ്ഞു തന്നത്. ഇതിന് തൊട്ട് മുമ്പ് മിസ്സ് കറണ്ട് ക്യാരിയിങ്, സ്ട്രേറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ കാര്യം മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഒരു ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണത് ഡിഫ്ലക്ട് ചെയ്യുക, ഇതൊക്കെ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ടോപ്പിക്കാണ്, കറണ്ട് ക്യാരിയിങ് വയർ ഓർ റിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്സ് നോക്കാം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ എന്താണ് മിസ്സ് പറഞ്ഞത്, കോഡ് വെച്ച് പറഞ്ഞത് എന്താണ്? സെൻറ്റൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് പഠിക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, പഠിച്ചു വെക്കുക. ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല, അതുകൊണ്ട് അതും നോക്കുക. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. മിസ്സ് ഇതിൻ്റെ നോട്ട് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് നോട്ട് പോലെ നോട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. യെസ്, ദെൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്ത് നോക്കാം. സോ ദ ഫിഗേഴ്സ് ഓഫ് ദി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടിങ് ലൂപ്സ് ആർ ഗിവൺ. നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം ആൻസർ ചെയ്യാം. മിസ്സ് പെട്ടെന്ന് പറയട്ടെ, നിങ്ങൾ പറയുന്നുണ്ടാവും എങ്കിലും മിസ്സ് വേഗം പറയാം. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമ്മൾ എപ്പോഴും ഇതുപോലത്തെ ഒരു സർക്യൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ബാറ്ററിയിലേക്ക് നമ്മൾ നോക്കണം. ഓക്കെ, എന്നിട്ട് ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ പറയണം. നമ്മൾ പ്രോ ആയല്ലോ, നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്തും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്യാണ്. പോസിറ്റീവ് ടു നെഗറ്റീവ്, ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ഇത് ക്ലോക്ക് വൈസ് അല്ലേ? ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഒരിക്കലും എൻ വരില്ല, അത് റോങ് ആണ്. അപ്പോൾ ഇത് തെറ്റാം. ഇനി ഇവിടെ നോക്കുക, പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്തു. എന്താ? പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് വരും, കറക്റ്റ് ആണ്. ദെൻ ഇവിടെ നോക്കുക, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. സോ നമ്മൾ നോക്കുന്നു, എന്താ അവസ്ഥ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു റിങ്ങിലൂടെ. അപ്പോൾ അത് നോർത്ത് പോൾ വരും, അത് കറക്റ്റാണ്. ആൻറ്റി എൻ അല്ലേ? ആൻറ്റി വരുമ്പോൾ നോർത്ത് പോൾ വരും. ഓക്കെ, അതേസമയം ക്ലോക്ക് ആണെങ്കിലോ സൗത്ത് ആയിരിക്കും.
ഓക്കെ, ഈ ക്ലോക്കിനെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കാൻ, ക്ലോക്കും സൗത്തും റിലേറ്റഡ് ആണെന്ന് ഓർത്ത് വെക്കാൻ കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ ആലോചിച്ചാൽ മതി. ഇനി 10th കഴിഞ്ഞാൽ +1 കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ യെസ്, CS കമ്പ്യൂട്ടർ സയൻസ്. ആൻറ്റി നോർത്ത് എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റി ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ദെൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്താണ്? യെസ്, നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ നോർത്താണ് വരുന്നത്, അപ്പോൾ ഇത് തെറ്റാണ്. സോ ഇതുപോലെയാണ്, ഈ രണ്ടെണ്ണമാണ് കറക്റ്റ്. ഇത് ഓൾറെഡി നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും മിസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടി മിസ് ഇവിടെ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബാക്കിൽ. ഇതുപോലൊരു ലൂപ്പ് തന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദി കണ്ടക്ടർ അറ്റ് ദ പോയിന്റ്സ് A and B. State the law used for this. Explain how to find the direction of the magnetic field in a conducting loop. സെയിം കാര്യമാണ്. നമ്മൾ ഇതുപോലെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ഈ ലൂപ്പിൽ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയിലും ബിയിലും എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഫീൽഡ് ലൈൻസ് വരിക? ഏത് ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കും. ദേ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അല്ല ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ എയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് മുകളിലേക്കാണ്. ഫീൽഡ് ലൈൻസ് വിൽ ബി ഇങ്ങനെയായിരിക്കും അല്ലേ, ഇങ്ങനെയായിരിക്കും. സോ ഇത് എന്ത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നമ്മൾ നേരത്തെ കോഡ് വെച്ച് പഠിച്ചതല്ല, വേറെ തരത്തിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയിലെയും ബിയിലെയും ഡയറക്ഷൻ ചോദിച്ചാൽ എങ്ങനെ എഴുതുമെന്ന്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ മതി. ബിയിലാവുമ്പോൾ താഴത്തേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ എന്ത് ചെയ്യുക? ബിയിൽ ഫീൽഡ് ലൈൻസ് വരിക. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസും അവിടെ ക്ലോക്ക് വൈസും. ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അതിനുള്ള മെത്തേഡും നമ്മളിവിടെ പറഞ്ഞതാണ് അല്ലേ. കറണ്ട് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ, ദെൻ ദി ഫീൽഡ് ലൈൻസ് വിൽ ബി ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അറ്റ് ദി പോയിന്റ് A. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് മിസ് വേഗം പറഞ്ഞത്. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കോയിൽ ഓഫ് വയർ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടു ആ ഒരു കോയിൽ അല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു വയർ എടുത്തു, ഈ ഒരു സർക്കുലാർ വയർ. ഇതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും? സിമ്പിളാണ്. ഇപ്പുറത്തെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ഈ ഒരു വയറിന് നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക, ഇതുപോലെ ലൂപ്പാക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൊടുത്തിരിക്കുന്ന പവർ സപ്ലൈ അല്ലെങ്കിൽ നമ്മുടെ കറണ്ടിൻ്റെ സപ്ലൈ എന്ത് ചെയ്യുക? നമ്മൾ കൂട്ടിക്കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? യെസ്, നമ്മുടെ ഇവിടെ ഫീൽഡ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും കൂടും അല്ലേ. അപ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ് ജനറലി നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കറണ്ട് അല്ലേ, കറണ്ട് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് മിസ് പറഞ്ഞു പോകുന്നത് നമ്മുടെ ചാപ്റ്റർ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യണം അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ്, എഗെയിൻ മിസ്സിന് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കാര്യം. എന്ത് ചെയ്യുക? ഈ പറയുന്ന ക്ലാസ്സസിൻ്റെ ഫീസൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ താഴെയുള്ള ക്ലാസ്സിലുള്ള നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ +1 +2 ട്യൂഷനും നീറ്റിൻ്റെ കോച്ചിങ്ങും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതുകൂടാതെ നിങ്ങളുടെ താഴെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ അനിയന്മാർക്ക് അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ ക്ലാസ്സസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇ ലേണിംഗ് ആപ്പും ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാ സബ്ജക്റ്റുകളുടെയും റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നമുക്കിവിടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള വെബ്സൈറ്റ് brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും നമ്മൾ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഹാഫ് പോർഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാനുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ടോപ്പിക്സും കൂടെ പഠിക്കാനുള്ളൂ. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യും. ഓക്കെ, യെസ്. എന്താണ് the first and most important topic in the second part actually, solenoid. സോളിനോയിഡിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. സോളിനോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെലിക്കൽ ഷേപ്പിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇങ്ങനെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പർ വയറിനെ നമ്മൾ ഹെലിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയാം.
നമുക്ക് ഈസി ആയിട്ട് സോളിനോയിഡ് ഉണ്ടാക്കാം. നമ്മുടെ ഒരു ചെമ്പ് കമ്പി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയാൽ മതി അല്ലേ. ആൻ ഇൻസുലേറ്റഡ് കണ്ടക്ടർ വൂണ്ട് ഇൻ എ സ്പൈറൽ ഷേപ്പ് ഈസ് കോൾഡ് സ്ട്രെയിറ്റ് ലൈൻ സോളിനോയിഡ്. ആ സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള ഓരോ ചുരുളുകളുടെയും സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരണം അല്ലേ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. യെസ്, അപ്പോൾ ഇതാണ് സോളിനോയിഡ് എന്നുണ്ടെങ്കിൽ ഈ സോളിനോയിഡിന് കുറേ പ്രത്യേകതകളുണ്ട്. അതും നമ്മുടെ വേറൊരാളും കൂടി എക്സാക്ട് സിമിലർ ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിവേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോളിനോയിഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. സോളിനോയിഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ അതിന് ചുറ്റും എന്തുണ്ടാകും? ഒരു സിംഗിൾ ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ അവിടെ എന്തുണ്ടായി? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അപ്പോൾ ഇതുപോലൊരു ഫുള്ള് റിങ്സ് ഉള്ള ഈ ഒരു സോളിനോയിഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എഗെയിൻ അവിടെ എന്തുണ്ടാവില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് യു ഹോൾഡ് ദ കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് വിത്ത് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് യുവർ 4 fingers curl the coils in the direction of the current. നമുക്കറിയാം ഒരു സോളിനോയിഡിലുള്ള കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു കോയിലിനുള്ളിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു അല്ലേ. ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൻ്റെ റിവേഴ്സ് കാര്യം കേട്ടോ. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വേണം നമ്മൾ ഫിംഗേഴ്സ് കേൾ ചെയ്യാൻ. then the thumb will point towards the north pole. തമ്പ് എങ്ങോട്ട് പോയിന്റ് ചെയ്യും? നോർത്ത് പോളിലേക്ക് പോയിന്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളിത് മനസ്സിലാക്കുക. തമ്പ് പോയിന്റ്സ് ടുവേർഡ്സ് ദി നോർത്ത് പോൾ ഓഫ് ദി സോളിനോയിഡ്. കറണ്ടിൻ്റെ ദിശയിൽ 4 വിരലുകൾ നമ്മൾ ചുറ്റുമ്പോൾ നമ്മുടെ തമ്പ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ സോളിനോയിഡിൻ്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ കറണ്ട് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ at one end of the solenoid, what will be the polarity at that end? നമ്മൾ നോക്കാം. ഇതാണ് സോളിനോയിഡിൻ്റെ ഒരു എൻഡ് എന്ന് വിചാരിക്കാം. ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വാട്ട്? ഇത് സോളിനോയിഡിൻ്റെ ഒരു എൻഡാണ്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും എടാ? ഇത് സൗത്ത് പോളായിരിക്കും. ദെൻ നമ്മുടെ സോളിനോയിഡിൻ്റെ ഒരു എൻഡിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? നോർത്ത് പോളായിരിക്കും. ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ആൻറ്റിയും നോർത്തും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസും നോർത്തും തമ്മിൽ അത് ശ്രദ്ധിക്കുക. ഇവിടെയാണെങ്കിൽ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ സൗത്ത് ആയിരിക്കും. നമ്മൾ എഗെയിൻ കണ്ടോ, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സോളിനോയിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ആ ഡയറക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ആ ഫിംഗേഴ്സിനെ ഹോൾഡ് ചെയ്യുമ്പോൾ ആ തമ്പ് പോയിന്റ് ചെയ്യുന്നത് നോർത്ത് പോളായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ എന്ന അഗ്രത്തെ കാന്തിക ധ്രുവത ഏതാണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ യെസ്, നമ്മുടെ ഫിംഗേഴ്സ് കളിയേണ്ടത് ഇങ്ങനെയാണ് അല്ലേ. ഈ ഒരു ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മളിങ്ങനെ ഫിംഗേഴ്സ് കേൾ ചെയ്തു. അപ്പോൾ ബിയിലേക്കാണ് നമ്മുടെ തമ്പ് എന്ത് ചെയ്യുന്നത്? പോയിന്റ് ചെയ്യുന്നത്. സോ ബി വിൽ ബി നോർത്ത് ആൻഡ് എ വിൽ ബി സൗത്ത് അല്ലേ. ബി നോർത്ത് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? നാച്ചുറലി അതിൻ്റെ ഓപ്പോസിറ്റ് പോള് സൗത്ത് ആയിരിക്കും. സോ ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ എന്താണ്? ഇതൊരു ഒരു ബാർ മാഗ്നറ്റിൻ്റെ പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. കാരണം ഇതിൻ്റെ ഒരു നോർത്ത് പോള്, ഇവിടെ ഇപ്പുറത്തൊരു സൗത്ത് പോൾ. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റിനോട് ഇക്വലൻ്റ് അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. സോ നമുക്ക് മനസ്സിലായി ഏകദേശം ഇതെന്താണ്? ഒരു ബാർ മാഗ്നറ്റിനോട് ഇക്വലൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. യെസ്, ഉണ്ടോ? ഇതൊരു ടെമ്പററി ആയിട്ടില്ല. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ സോളിനോയിഡിനെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറുമായിട്ട് ഒരു കറണ്ട് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. സോ ഇറ്റ് ഈസ് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റ്സ്. കാരണം എന്താണ്? അതൊരു മാഗ്നറ്റ് ആയിട്ട് മാറി, ഒരു ബാർ മാഗ്നറ്റിനോട് സിമിലർ ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ഈ പറയുന്ന ബാർ മാഗ്നറ്റിനോട് സിമിലർ ആയിട്ട് നമ്മളത് മാറുമ്പോൾ ഇത് സൗത്ത് പോളും ഇത് നോർത്ത് പോളും. അതുപോലെ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് ഇതിനും എന്തുണ്ടാകും? നോർത്ത് ആൻഡ് സൗത്ത് പോൾ, 2 പോൾസ് വരും. അപ്പോൾ അതൊരു ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് മാറി. കാരണം ഈ കറണ്ടിനെ ഞാൻ റിമൂവ് ചെയ്യിപ്പിച്ചാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ മാഗ്നറ്റിസം ഇത് ലോസ് ആക്കും. കറണ്ട് ഉണ്ടെങ്കിലാണ് അതിന് മാഗ്നറ്റിസം ഉള്ളൂ. അതുകൊണ്ടാണ് ടെമ്പററി മാഗ്നറ്റ് ആയത്. സോ ഇങ്ങനെയുള്ള മാഗ്നറ്റ്സിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ് വിളിക്കുക. ഇലക്ട്രോ മാഗ്നറ്റും ബാർ മാഗ്നറ്റും എന്താണെടാ? സിമിലർ ആണ് അല്ലെ. കുറേ ക്യാരക്ടേഴ്സ് അവരുടെ സിമിലർ ആണ്, പക്ഷെ അവർക്ക് എന്തുണ്ട്? അവരുടേതായ ഡിഫറൻസസും ഉണ്ട്. സോ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി ഗിവൺ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ
ഏറ്റവും വലിയൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് അവരുടെ ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് എന്താണ് സിമിലർ ആണ് എന്നുള്ളതാണ്. കേട്ടോ, ഈ ഒരു ബാർ മാഗ്നറ്റ് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് കണ്ടതാണ്. അതേ സെയിം ആണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് അല്ലേ, അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിനുള്ളത്. ദെൻ അതിൻ്റെ സിമിലാരിറ്റീസും അല്ലേ എന്താണ് ഡിഫറൻസസും അറിയാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി എന്താണ് ഒരു ടേബിൾ ഗിവൺ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ലൈവിലും ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ബാർ മാഗ്നറ്റിന് മാഗ്നറ്റിസം പെർമനൻ്റ് ആണെങ്കിൽ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിന് മാഗ്നറ്റിസം ടെമ്പററി ആയിരിക്കും. ടെമ്പററി അല്ലേ, അല്ലെങ്കിൽ താൽക്കാലികമായിരിക്കും അല്ലേ. സ്ഥിരമാണെങ്കിൽ ഇവിടെ താൽക്കാലികമായിരിക്കും. ദെൻ മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാൻ ബി വാരീഡ് ഫോർ സോളിനോയിഡ്. അത് പറഞ്ഞപ്പോഴാണ് സോളിനോയിഡിൻ്റെ സ്ട്രെങ്ത്തിനെ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, വേരി ചെയ്യിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണ് വേരി ചെയ്യിപ്പിക്കാൻ പറ്റുക? യെസ്, എന്താ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ സ്ട്രെങ്ത് വേരി ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്പർ ഓഫ് ടേൺസ് എന്താ കൂട്ടാൻ പറ്റും. ദെൻ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് കൊടുക്കുന്ന കറണ്ട് സപ്ലൈ എന്ന് പറയുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ ഇൻക്രീസ് ദ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ ഷോർട്ടായിട്ട് എഴുതാം കറണ്ട് അല്ലെ. കറണ്ടിനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഓൾസോ ഇൻക്രീസ് ദി വാട്ട് സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സോളിനോയിഡ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ, ഈ ഒരു സോളിനോയിഡിനുള്ളിലേക്ക് നമ്മളിങ്ങനെ ഒരു പച്ചിരുമ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ് അയേൺ വെക്കുകയാണെങ്കിൽ വി ക്യാൻ ഓൾസോ ഇൻക്രീസ് വാട്ട് സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദി സോളിനോയിഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ സോളിനോയിഡും നമ്മൾ ഏകദേശം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. ദെൻ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റ്സിനെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ ഗിവൺ ആണ്. നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ക്രെയിൻസ് ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. മാഗ്ലേവ് ട്രെയിൻസ് ആയിക്കോട്ടെ, ഇലക്ട്രിക് മോട്ടോർ ആയിക്കോട്ടെ, MRI സ്കാനർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന മാഗ്നറ്റിക് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിനെ എന്താണ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. എക്സാമിന് മേ ബി നമ്മുടെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നോട്ട് ചെയ്യേണ്ടതാണ്. ദെൻ നമുക്ക് പിന്നെ പഠിക്കാനുള്ളതായിരുന്നു, നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ വെക്കുകയാണെങ്കിൽ അല്ലെ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആയിട്ടുള്ള ഈ ഒരു കമ്പീനെ അല്ലെങ്കിൽ ചെമ്പ് കമ്പീനെ നമ്മൾ എന്ത് ചെയ്തുകൂടാ, ഒരു മാഗ്നറ്റിന് മുകളിലായിട്ട് നമ്മൾ വെച്ചു. അപ്പം നമ്മൾ കണ്ടത് എന്താ, ഈ പറയുന്ന ചെമ്പ് കമ്പി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കണ്ടു അല്ലേ. യെസ്, അപ്പോൾ അതിനെ നമ്മളൊരു പേരും വിളിച്ചിരുന്നു, മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് അല്ലേ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് തൊട്ടടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ത് ചെയ്യാൻ തുടങ്ങി, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ അതിനെ പറയുന്ന പേര് നമുക്ക് മേ ബി എക്സാംസിന് ഇങ്ങനത്തെ ഒരു ഫിഗറും ചോദിക്കാം. ഇതൊരു യു ഷേപ്ഡ് മാഗ്നറ്റ് ആണ്. ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു കറണ്ട് ക്യാരിയിങ് ഒരു റോഡിനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് റോഡ് എന്ത് ചെയ്യുന്നറിയോടാ, മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും എന്താണ് എക്സാമിന് ചോദിക്കും. അപ്പോൾ അതിൽ ഒരു ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ച് സ്റ്റേറ്റ് ചെയ്തത്. സോ വെൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വിച്ച് ഈസ് ഫ്രീ ടു മൂവ്, ശ്രദ്ധിക്കണം കേട്ടോ, അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. അതിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഡിഫ്ലക്ട് അല്ലേ. ഡിഫ്ലക്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നു. ഈ ഡിഫ്ലക്ട് ചെയ്യാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുക കേട്ടോ. ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു വൈദ്യുതി വാഹിയായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ട് ചലിക്കാൻ വരുന്ന ഒരു കണ്ടക്ടറിനെ കൊണ്ട് വെക്കുമ്പോൾ അതിന് ചലിക്കാനുള്ള അല്ലെങ്കിൽ എന്താണ് ചാലകം വിഭ്രംശിക്കാനുള്ള ഒരു കഴിവുണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ എന്താണ് ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആളായിരുന്നു നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഒരു വർക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമായിരുന്നു, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു റൂളിൻ്റെ ഹെൽപ്പ് ആവശ്യമായിരുന്നു. അതായിരുന്നു നമ്മുടെ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. അപ്പോൾ ഈ ഫ്ലെമിങ്സിൻ്റെ ഇടതു കൈ നിയമം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ്, തമ്പ് അല്ലെ, തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ അല്ലേ, നമ്മുടെ പെരുവിരൽ, ചൂണ്ടുവിരൽ അല്ലേ, നമ്മുടെ നടുവിരൽ, ഈ 3 വിരലുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലെമിങ്സിൻ്റെ ഇടത് കൈ നിയമം യൂസ് ചെയ്യുക. അതിൽ ഈ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതിനെ ഫാദർ, മദർ, ചൈൽഡ് എന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇത് ഫസ്റ്റ് ഫിംഗർ ഫാദർ, സെക്കൻഡ് ഫിംഗർ മദർ ആൻഡ് തേർഡ് ഫിംഗർ ചൈൽഡ് ആണെന്ന്. അപ്പോൾ ഫാദർ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്,
ദെൻ സെക്കൻഡ് ഫിംഗർ എന്ന് പറയുന്നത് മദർ ആണ്, ദാറ്റ് ഈസ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ദെൻ തേർഡ് ഫിംഗർ കറണ്ട് ആണ്, ചൈൽഡായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യെസ് ഇത് എഫ്, ദെൻ ഇത് എം, ദെൻ ഇത് എന്താണ് സി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ എടുക്കാവുന്നതാണ് അല്ലേ. ഇലക്ട്രിക് മോട്ടോർ എടുക്കാം. ഇലക്ട്രിക് മോട്ടോറിനെ കാണാൻ ഇതുപോലെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. നമ്മുടെ വീട്ടിലൊക്കെ മോട്ടോർ ഉണ്ടല്ലോ. മോട്ടോർ എന്തിനാണ് യൂസ് ചെയ്യുക, വെള്ളം പമ്പ് ചെയ്യാൻ അല്ലേ. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ മോട്ടോർ വർക്ക് ചെയ്യാൻ തുടങ്ങും. മോട്ടോർ എന്ത് ചെയ്യും, മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ആ ഒരു വാട്ടറിൻ്റെ മുകളിലേക്ക് പമ്പ് ചെയ്യും. സോ അവിടെ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റാനാണ് മോട്ടോർ യൂസ് ചെയ്യുക. സോ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലേ. മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. സോ മോട്ടോർ പ്രിൻസിപ്പിളാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുകൂടാതെ അതിൻ്റെ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് മോട്ടോറിൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വർക്കിംഗ് ആണ്, എങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ കറണ്ട് ഫ്ലോ ചെയ്ത ഡയറക്ഷൻ നോക്കുക. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടാണ് നോക്കുക, എങ്ങോട്ടാണ് പോകുന്നത്, ഇതേ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് ഈ ഒരു മോട്ടോറിൻ്റെ ആർമേച്ചർ കോയിലിലൂടെ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. സോ നമ്മളപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഈ ഒരു സ്ട്രക്ചർ അല്ല ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിവേ ഈ ഒരു സ്ട്രക്ചറാണ് ഇതിലൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് മിസ് ഈ ഒരു പിക്ചർ എടുത്തിരിക്കുന്നത്. എനിവേ നിങ്ങൾ നോക്കുക, ഇതുപോലത്തെ ഒരു പിക്ചറാണ് ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് ഫീൽഡ് മാഗ്നറ്റ് ആണ് അല്ലേ, ഇത് നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ് ആണ്. ദെൻ ഇത് നമ്മുടെ ആർമേച്ചർ കോയിലാണ്. ദെൻ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് റിങ്സ് ഉണ്ട്. ദെൻ ബ്രഷസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, എക്സാമിന് ചോദിക്കാവുന്നതാണ്. മോട്ടോറിൻ്റെ ഇമ്പോർട്ടൻറ്റ് എന്താണ് പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ പേർപ്പസും എക്സാമിന് ചോദിക്കും. സ്പ്ലിറ്റ് റിങ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ആർമേച്ചർ കോയിലിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക സ്പ്ലിറ്റ് റിങ് കേട്ടോ. അപ്പോൾ ഈ ആർമേച്ചർ കോയിലിനെ എങ്ങനെയാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്, അപ്പോഴും ഡൗട്ടല്ലേ. നമ്മൾ ഇലക്ട്രിക് കറണ്ട് സപ്ലൈ ചെയ്യുന്നു, അവിടെ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷെ അതെങ്ങനെ, അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മോട്ടോർ പ്രിൻസിപ്പിളും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൂളും നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ നോക്കുക, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ മിസ് ഇവിടെ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ആർമേച്ചർ കോയിൽ ഉണ്ടല്ലോ അവിടെ, ഈ ഒരു സ്ക്വയർ ഷേപ്പ്ഡ് കോയിൽ, ആ കോയിൽ എടുക്കുക. ദെൻ അതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുക, എങ്ങോട്ടാ, ഉള്ളിലേക്കാണ്. സോ നമ്മുടെ ഈ ഫാദർ മദർ ചൈൽഡ് കറണ്ട് എങ്ങോട്ടാ, ഉള്ളിലേക്ക്. അപ്പം നമ്മുടെ മിഡിൽ ഫിംഗർ ഉള്ളിലേക്ക് പിടിക്കുക. ദെൻ നമ്മുടെ നമ്മുടെ ഈ ഒരു 4 ഫിംഗർ എന്ത് ചെയ്യുക, നോർത്ത് ടു സൗത്ത്, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുക. നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുന്നു. ദെൻ ഫോഴ്സ് ഉണ്ടാകുന്ന നമ്മുടെ തമ്പ് എന്ന് പറയുന്നത് താഴത്തേക്കാണ് വരുന്നത്. സോ എന്ത് ചെയ്യും, ഈ ഒരു ആർമേച്ചർ കോയിൽ ഈ ഒരു ഭാഗം താഴത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. ദെൻ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടാണ്, പുറത്തേക്കാണ്. സോ നമ്മുടെ മിഡിൽ ഫിംഗർ അത് നമ്മൾ പുറത്തേക്ക് പിടിക്കുക. ദെൻ നമ്മുടെ കറണ്ട് പോകുന്നത് എങ്ങോട്ടാണ്, കറണ്ട് അല്ല ആക്ച്വലി ഫീൽഡ് ലൈൻ പോകുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. സോ നോർത്ത് ടു സൗത്ത് ആണ് നമ്മുടെ ഫീൽഡ് ലൈൻ, ഈ ഒരു 4 ഫിംഗർ പോകുന്നത്. ദെൻ നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലേക്കാണ് അല്ലേ, മുകളിലേക്കാണ്. സോ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഒരു സൈഡ് താഴത്തേക്കും ഒരു സൈഡ് മുകളിലേക്കും റൈസ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ദെൻ നമ്മുടെ ഈ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ സഹായത്തോടെ എഗെയിൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യടാ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു മോട്ടോറിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. സോ യെസ്, ഇതാണ് ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. മിസ് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വർക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിൻ്റെ അപ്ലിക്കേഷനിൽ നമുക്ക് വരാവുന്നതാണ് നമ്മുടെ ഈ ഫാൻ അല്ലെ, സീലിംഗ് ഫാൻ അല്ല, നമ്മുടെ എന്താണ് ടേബിൾ ഫാൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ മിക്സർ അല്ലേ, മിക്സി ആണെങ്കിലും എന്താണ് ഇതിൻ്റെ അപ്ലിക്കേഷനാണ് കേട്ടോ. ദെൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ.
അപ്പോൾ അതിൻ്റെ വർക്കിംഗ് മിസ് ഒരു ഒറ്റ പോയിന്റിൽ പറഞ്ഞു തരട്ടെ, സിമ്പിളായിട്ട്. നമുക്കറിയാം ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത് സൗണ്ട് പുറത്തേക്ക് വരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന എനർജി എന്തായിരിക്കും? സൗണ്ട് എനർജിയാണ് പുറത്തേക്ക് വരുന്നത്. യെസ്, ഈ പറയുന്ന മൈക്കിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് അല്ലേ. മൈക്കിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ത് ചെയ്യണം? ഈ പറയുന്ന എന്ത് ചെയ്യും? ലൗഡ് സ്പീക്കറിലേക്ക് എത്തും. അപ്പോൾ അതിനുശേഷം എന്താ ഉണ്ടാകുന്നത്? അതിനാദ്യം നമ്മൾ ഇതിൻ്റെ മെത്തേഡ് എന്താണ്? യെസ്, ഇതുകൾ മനസ്സിലാക്കണം. എന്തുകൾ മനസ്സിലാക്കണം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് മനസ്സിലാക്കണം. ഇവിടെ ഒരു പേപ്പർ ഡയഫ്രം ഉണ്ട്, ഒരു വോയിസ് കോയിൽ ഇവിടെ ഉണ്ട്, ദെൻ ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഈ ഒരു ഫിഗർ എക്സാമിന് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഇതിനെ ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കും, ഇതിൽ ഓരോ പാർട്സ് എന്താണ് എന്നുള്ളത്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കോയിലാണ്, എ വോയിസ് കോയിൽ. ബി എന്ന് പറയുന്നത് ഒരു ഡയഫ്രം, പേപ്പർ ഡയഫ്രം ആണ്. സി എന്ന് പറയുന്നതിൻ്റെ ഉള്ള ഫീൽഡ് മാഗ്നറ്റ് ആണ്. ദെൻ ഡി എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റിംഗ് വയർ ആണ്. ദെൻ ഇ എന്ന് പറയുന്നത് സോഫ്റ്റ് അയേൺ ഷീൽഡ് ആണ്. ഇത് കണ്ടോ, ഇത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണക്റ്റിംഗ് വയറിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് എത്തുന്നു കണക്റ്റിംഗ് വയറിലേക്ക്. ദെൻ ഈ സിഗ്നൽസ് എന്ത് ചെയ്യും? ഈ വോയിസ് കോയിലിൻ്റെ അടുത്തേക്ക് എത്തുന്നു. വോയിസ് കോയിൽ അപ്പോൾ എന്ത് ചെയ്യും? എവിടെ ഇരിക്കുന്ന വോയിസ് കോയിൽ? സി എന്ന് പറയുന്ന നമ്മുടെ ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഇടയിലാണ് വോയിസ് കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ ഇടയിൽ ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ ഇരിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അത് മൂവ് ചെയ്യും അല്ലേ, അത് വൈബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് മൂവ് ചെയ്യുന്ന അതേപോലെ എന്ത് ചെയ്യും? ഈ ബി, ദാറ്റ് ഈസ് പേപ്പർ ഡയഫ്രം, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന എയറും ഇതിന് ചുറ്റുമുള്ള എയറും വൈബ്രേറ്റ് ചെയ്യും. സോ നമുക്ക് പുറത്തേക്ക് എയർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. സോ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ത് ചെയ്യാണ്? സൗണ്ടായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ലൗഡ് സ്പീക്കറിൽ. കേട്ടോ? സോ എപ്പോഴും ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ചോദിക്കുന്നതാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു ഫീൽഡിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരെന്താ? മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ ഡിവൈസാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന രണ്ടാമത്തെ ഡിവൈസാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. ഓക്കെ, ദെൻ ഇതിൻ്റെ എനർജി കൺവേർഷൻ എന്താണ് എന്ന് എക്സാമിന് മേ ബി ചോദിക്കും. അപ്പം നിങ്ങൾ പറയണം എന്തായിട്ടാണ് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാണ് സൗണ്ട് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. യെസ്, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ്പെരിമെൻ്റൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അവിടെയാണ് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂം ആയത് അല്ലേ. കാരണം അവിടെ നമ്മൾ ഡയറക്ഷൻസ് നോക്കണം, കുറേ കാര്യങ്ങൾ നോക്കണം. എനിവേ അത് മിസ്സ് പറഞ്ഞെന്ന കുറേ ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് സോളിനോയിഡ്, ദെൻ ഇലക്ട്രിക് മോട്ടോർ, ദെൻ ലാസ്റ്റ് നമ്മുടെ ലൗഡ് സ്പീക്കർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? മിസ്സിന് അധികം ചോദിക്കാനൊന്നും പറ്റിയില്ല, കാരണം സമയം ഭയങ്കര ലിമിറ്റഡ് ആണ്. നമുക്ക് നമ്മുടെ ഐശ്വര്യ മിസ് ഇവിടെ വെയിറ്റിംഗ് ആണ് അടുത്ത ചാപ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫയർ ഇമോജി, ഒരു തംസോ ഇട്ടിട്ട് നിങ്ങൾ കൺവേ ചെയ്യുക. അപ്പോൾ പതുക്കെ മിസ് എന്ത് ചെയ്യാം, ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് മിസ്സിനെ വിളിക്കാം. കേട്ടോ? അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നെക്സ്റ്റ് ലൈവ് അടുത്ത ദിവസങ്ങളിൽ, നമ്മുടെ എക്സാമിനോട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇത്രയും നേരം ലൈവിൽ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. സോ ബൈ.
Hello my dear students. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. മാഗ്നറ്റിക് എഫക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായി പഠിച്ചില്ലേ? യെസ്, ഇനി നമുക്ക് ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, സെക്കൻഡ് ചാപ്റ്റർ ഓർ നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജി കൺസർവേഷൻ ആൻഡ് കൺസപ്ഷൻ. ഓക്കെ, ഇലക്ട്രിക് എനർജി അഥവാ നമ്മുടെ വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും എന്ന് പറയുന്ന ഒരു അടുത്ത പാർട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? യെസ്, ഇപ്പോൾ മാഗ്നറ്റിക് എഫക്ട്സിൽ എല്ലാവരും സംശയമൊക്കെ തീർത്തില്ലേ? യെസ്, നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു, എക്സാം അടുത്ത് കഴിഞ്ഞു, നമുക്ക് കുറച്ച് സമയമുള്ളൂ അല്ലേ? അപ്പോൾ എൻ്റയർ ചാപ്റ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം നമുക്ക് ഇനി ഉണ്ടോ? ഇല്ല, നമുക്ക് പെട്ടെന്നൊരു റാപ്പിഡ് റിവിഷൻ അല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു തീർക്കണം. അപ്പോൾ ഒരു റാപ്പിഡ് റിവിഷനുള്ള സമയം മാത്രമേ നമുക്കുള്ളൂ അല്ലേ? എൻ്റയർ ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പഠിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ക്ലാസ്സസും അല്ലേ എല്ലാ സബ്ജക്ട്സിലും ഉണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ, വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. എല്ലാവരും റെഡി അല്ലേ? യെസ് യെസ് യെസ്. എങ്കിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, എനർജി അല്ലേ, എനർജി ഊർജ്ജമാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എനർജീനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ബിഫോർ ഗോയിങ് ടു ദ ചാപ്റ്റർ, നമ്മൾ ആ ചാപ്റ്ററിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജി കൺസർവേഷൻ ആണ്. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് വൈസ് അങ്ങനെ വളരെ അധികം കോൺസെപ്റ്റും അല്ലെ കണ്ടമാനം തിയറിയൊന്നും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനില്ല. നമുക്ക് കുറച്ച് ഇക്വേഷൻസും ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള കുറേ ന്യൂമറിക്കൽ പ്രോബ്ലംസും ആയിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഒന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസെപ്റ്റ് പെട്ടെന്ന് പറയാം അല്ലേ, നമുക്ക് ആ ഇക്വേഷൻസ് പറയാം, പിന്നെ നമുക്ക് കുറച്ചധികം ന്യൂമറിക്കൽസ് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? സോ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനർജി കൺവേർഷൻസ് അഥവാ ഊർജ്ജ മാറ്റങ്ങളാണ് പറയാൻ പോകുന്നത്. എനർജി കൺവേർഷൻസ്, അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ലോ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുതി പ്രവാഹത്തിൻ്റെ താപഫലം. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പം അവിടെ എന്തുണ്ടാവുന്നുണ്ട്, താപോർജ്ജം ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ജൂൾസ് ലോ, വെരി ഇമ്പോർട്ടൻറ്റ്, ജൂൾ നിയമം അഥവാ നമ്മുടെ ജൂൾസ് ലോ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചധികം ന്യൂമറിക്കൽസ് ചെയ്യും. പിന്നീട് എന്താണ് ഇലക്ട്രിക്കൽ പവർ അഥവാ വൈദ്യുത പവർ, എന്താണ് ഇലക്ട്രിക്കൽ പവർ, അതുപോലെ ഇലക്ട്രിക്കൽ പവറിന് നമ്മൾ ഡെഫിനിഷൻ കൊടുക്കുന്നു, ഒപ്പം അതിനൊരു ഇക്വേഷൻ, എന്താണ് ഇലക്ട്രിക് പവർ എന്ന് കാണാൻ അഥവാ പവർ കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിക്കും. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വാട്ട് ഹവർ മീറ്റർ ആണ്. എന്താണ് വാട്ട് ഹവർ മീറ്റർ ഒന്ന് പറഞ്ഞേ, എന്താണ് മക്കളെ വാട്ട് ഹവർ മീറ്റർ? നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലേ, ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് തരുന്നത് ഈ വാട്ട് ഹവർ മീറ്ററിൽ നോക്കി നമ്മൾ എത്രമാത്രം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തു എന്നതിൻ്റെ ബേസിലല്ലേ. യെസ്, അപ്പോൾ ആ ഒരു വാട്ട് ഹവർ മീറ്റർ ആണ് നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ നമ്മൾ എത്രമാത്രം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തു അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. റൈറ്റ്, ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുഞ്ഞു ചാപ്റ്ററാണ്, 5 ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് വെച്ചിട്ടുള്ള കുറേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? സോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ വിത്ത് ഫുൾ എനർജി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Alright, so law of conservation of energy. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അതിനു മുമ്പ് എന്താണ് മക്കളെ എനർജി എന്ന് പറഞ്ഞാൽ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിക്കാൻ നമുക്ക് എനർജി എന്താണെന്ന് അറിയണം, അഥവാ ഊർജ്ജം എന്താണെന്ന് അറിയണം. എന്താണ് ഊർജ്ജം? എനർജി, വാട്ട് ഈസ് എനർജി? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക് അല്ലേ. ഒരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഊർജ്ജം വേണം, എനർജി വേണം. ഇപ്പം ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കുകയാണ്, എനിക്ക് എനർജി വേണ്ടേ? എവിടെ നിന്നാണ് എനിക്ക് എനർജി കിട്ടുന്നത്? ദ ഫുഡ് ഐ ഈറ്റ് അല്ലേ, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലല്ലേ, ഭക്ഷണത്തിലുള്ള എനർജി. എങ്കിൽ ഭക്ഷണത്തിൽ എനർജി ഏത് രൂപത്തിലാണ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഭക്ഷണത്തിൽ ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കാണുകയാണ് അല്ലേ, ഇപ്പം നിങ്ങൾ ക്ലാസ് കാണുന്നത് ഫോണിലാണ്. മൊബൈൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് എനർജി വേണം, ഇലക്ട്രിസിറ്റിയിലെ മൊബൈലിന് എന്ത് വേണം? ചാർജ് വേണം. ചാർജ് വേണമെങ്കിൽ എന്താ, നിങ്ങൾ ചാർജ് ചെയ്യുന്നില്ലേ, അവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഫോൺ വർക്ക് ചെയ്യുന്നത്. എങ്കിൽ അവിടെ ഇലക്ട്രിക് എനർജി വേണം, വേണ്ടേ? എങ്കിൽ നമ്മുടെ ഫുഡിൽ എനർജി ഏത് ഫോമിലായിരിക്കും? ഫുഡിൽ എനർജി കെമിക്കൽ ഫോമിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ കെമിക്കൽ എനർജിയാണ് നമ്മൾ മറ്റൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇനി അതുപോലെ ആ എനർജി കൺവേർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് എന്താണ് നമ്മുടെ ഊർജ്ജ സംരക്ഷണ നിയമം പറയുന്നത്, അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെ നമ്മുടെ ഊർജ്ജ സംരക്ഷണ നിയമം പ്രകാരം എന്താ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതായത് എനർജീനെ നമുക്ക്
ക്രിയേറ്റ് ചെയ്യാൻ അല്ലേ നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്നില്ല, അതുപോലെ എനർജീനെ നമുക്ക് നശിപ്പിക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ച ഫുഡിൽ എന്തുണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്. ഈ കെമിക്കൽ എനർജി എന്താ, ഞാൻ സംസാരിക്കുമ്പോൾ ഐ എം പ്രൊഡ്യൂസിങ് സൗണ്ട്, അത് സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. എൻ്റെ മൂവ്മെൻറ്റ്സിൽ അത് മെക്കാനിക്കൽ എനർജി അല്ലെ, മസ്കുലാർ എനർജി, പല പല ഊർജ്ജ രൂപങ്ങളായത് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പോട്ടെ, നിങ്ങളൊരു ബൾബ് അല്ലേ, നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഒരു ബൾബ് കത്തുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു, ലൈറ്റ് എനർജി. ഈ ബൾബ് കത്തുമ്പോൾ ചൂടുണ്ടാവുന്നില്ലേ, ഹീറ്റ് എനർജി. ഇപ്പോൾ ഈ ഇലക്ട്രിക് എനർജി എന്തായി മാറുന്നു, ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. യെസ്, അപ്പോൾ എനർജിയുടെ പ്രത്യേകത എന്താ, എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, അതുപോലെ നശിപ്പിക്കാനും പറ്റില്ല. സംശയമൊന്നുമില്ലല്ലോ. യെസ്, എന്താണ്, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. സോ അതിനാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അഥവാ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഊർജ്ജത്തെ നമുക്ക് സൃഷ്ടിക്കാനും കഴിയുന്നില്ല, അതുപോലെ നശിപ്പിക്കാനും കഴിയുന്നില്ല. ഇത് നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ഒരു ഡയഗ്രാമാണ്. ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം എന്താ ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം ഇലക്ട്രിക് കെറ്റിലിൻ്റെ കേസ് നമുക്ക് ഓൾറെഡി ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അല്ലേ. ഇലക്ട്രിക് കെറ്റിൽ എന്താണ് നമ്മുടെ കെറ്റിലിൻ്റെ ഫംഗ്ഷൻ, ഹീറ്റ്സ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുക, അതല്ലേ നമ്മുടെ കെറ്റിലിൻ്റെ ഫംഗ്ഷൻ. എങ്കിൽ അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്, ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്. യെസ്, അതുപോലെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണ്, ഹീറ്റിംഗ് എഫക്റ്റ്. ഇനി എങ്കിൽ മിക്സിയുടെ കേസിൽ എന്താണ് നമ്മൾ മിക്സിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ മിക്സിയുടെ ഫംഗ്ഷൻ എന്താ, ഫോർ ഗ്രൈൻഡിങ് അല്ലേ. നമുക്ക് പൊടിക്കാനല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗ്രൈൻഡിങ്. ഓക്കെ, ഫോർ ഗ്രൈൻഡിങ് വി ആർ യൂസിങ് മിക്സി. Now what is energy conversion? അവിടെ സംഭവിക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്, ഒരു മിക്സി വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് എനർജി വേണം, ഇലക്ട്രിക് എനർജി വേണം. എഗെയിൻ എന്ന് ഞാൻ എഴുതിയത് എന്താണ്, ഇലക്ട്രിക് എനർജിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് എനർജി വേണം, വൈദ്യുതോർജ്ജം വേണം. ഇനി മിക്സി വർക്ക് ചെയ്യുമ്പോൾ അവിടെ അത് എന്ത് ഊർജ്ജമായി മാറുന്നത്, വൈദ്യുതോർജ്ജം എന്ത് ഊർജ്ജമായിട്ടാണ് മാറുന്നത്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. വൈദ്യുതോർജ്ജം എന്ത് ഊർജ്ജമായി മാറുന്നു, എന്തായി മാറും, യാന്ത്രികോർജ്ജമായി മാറും, അഥവാ മെക്കാനിക്കൽ എനർജി ആയി മാറുന്നു, അഥവാ വൈദ്യുതോർജ്ജം. ഓക്കെ, വൈദ്യുത ഊർജ്ജം എന്തായി മാറുന്നു, യാന്ത്രികോർജ്ജമായി മാറുന്നു. നമ്മുടെ ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ. എങ്കിൽ അടുത്തത് ഇലക്ട്രിക് അയൺ. ഒരു അയൺ ബോക്സിൽ എന്താ സംഭവിക്കുന്നത്, ഫംഗ്ഷൻ എന്താ നമുക്കറിയാം, ഫോർ അയണിങ് അല്ലേ. എങ്കിൽ അവിടെ എനർജി കൺവേർഷൻ എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഈസ് എനർജി കൺവേർഷൻ. ഈ അയൺ ബോക്സ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇലക്ട്രിസിറ്റി വേണം. എങ്കിൽ അതെന്താണ്, ഇലക്ട്രിക് എനർജി അല്ലേ. ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ട്, അയൺ ബോക്സിൽ അവിടെ ഹീറ്റ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. എങ്കിൽ നമുക്ക് നോക്കാം, വാട്ട് അബൌട്ട് ഇലക്ട്രിക് ബൾബ്. ഒരു ഇലക്ട്രിക് ബൾബിലുള്ള എനർജി കൺവേർഷൻ എന്തായിരിക്കും, ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബ് അല്ലേ, ഇലക്ട്രിക് ആണെങ്കിൽ കണ്ടു, അപ്പോൾ തന്നെ നമുക്കറിയാം ഇലക്ട്രിക് ബൾബ് വർക്ക് ചെയ്യുന്നത് ഏത് എനർജിയിലാണ്, ഇലക്ട്രിക് എനർജിയിലാണ് അല്ലേ. എങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക് എനർജിയാണ് ഇവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. എങ്കിൽ ബൾബിൻ്റെ കേസിൽ ഒരു ബൾബ് കത്തുമ്പം അവിടെ ഏതൊക്കെ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് ബൾബ് കത്തുമ്പോൾ ലൈറ്റ് അല്ലേ, ബൾബ് ലൈറ്റ് പ്രകാശമല്ലേ തരുന്നത്. സോ അതെന്തായി മാറും, ലൈറ്റ് എനർജി പ്ലസ് അതോടൊപ്പം തന്നെ ഹീറ്റ് എനർജി അല്ലേ. നമ്മുടെ ബൾബിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു ചൂട് ഫീൽ ചെയ്യുന്നില്ലേ, ഹീറ്റ്, അവിടെ ഒരു താപം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക് എനർജി അഥവാ വൈദ്യുതോർജ്ജം, താപോർജ്ജവും അതുപോലെ പ്രകാശോർജ്ജവും, ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എനർജി കൺവേർഷൻസ് സംഭവിക്കുന്നത്. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇലക്ട്രിക് എനർജി അല്ലേ. നമ്മൾ ഈ ഒരു കേസിൽ എനർജീനെ നമ്മൾ എന്ത് മനസ്സിലാക്കി, ഒരു ഫോമിൽ നിന്ന് എനർജീനെ നമുക്ക് മറ്റൊരു ഫോമിൽ കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൂടെ. യെസ്, സോ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി ഓൺലി കൺവേർട്ടഡ് അല്ലേ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാം, കൺവേർഷൻ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, സൃഷ്ടിക്കാനും കഴിയില്ല, ഒപ്പം നശിപ്പിക്കാനും കഴിയില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എനർജീനെ കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. അപ്പം ഉദാഹരണത്തിന് ബൾബിൻ്റെ കേസിൽ ഇലക്ട്രിക് ബൾബ് അല്ലേ, ഇലക്ട്രിസിറ്റി എന്തായി മാറുന്നു, ലൈറ്റ് എനർജി പ്ലസ് ഹീറ്റ് എനർജി ആയി മാറുന്നു. അതുപോലെ ഇലക്ട്രിക് അയൺ അല്ലേ, നമ്മുടെ അയൺ ബോക്സിൽ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി അഥവാ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു കൺവേർഷനെ കുറിച്ചാണ്, അതായത് ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഓൾറൈറ്റ്, സോ ഇനി അങ്ങോട്ട് നമുക്ക് ഇലക്ട്രിക് എനർജീൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ്
അഥവാ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? യെസ്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിനു മുമ്പ് നോക്കാം, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ബോക്സ് കൊടുത്തതാണ് അല്ലേ. എന്താ പറയുന്നത്? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഇസ് കോൾഡ് ജൂൾ ഹീറ്റിംഗ് ഓർ ഓമിക് ഹീറ്റിംഗ്. ഓക്കെ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓമിക് ഹീറ്റിംഗ് അഥവാ ജൂൾ ഹീറ്റിംഗ്. Okay, the process of production of heat when electricity flow through a conductor is called joule heating or ohmic heating. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തിനെയാണ് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. The part used to produce heat energy. എങ്കിൽ അങ്ങനെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ട് അല്ലേ, അങ്ങനെ അതായത് നമ്മളൊരു ചാലകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പം അവിടെ താപോർജ്ജം ഉണ്ടാവുന്നു അല്ലേ, അങ്ങനെ താപോർജ്ജം ഉണ്ടാവുന്ന ആ ഒരു പാർട്ട് അതിനൊരു പേരുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? That is known as heating element അഥവാ നമ്മുടെ ഹീറ്റിംഗ് എലമെൻറ്റ് എന്ന് പറയുന്നു അല്ലേ. സോ വാട്ട് ഈസ് ഹീറ്റിംഗ് എലമെൻറ്റ്? എന്താണ് ഹീറ്റിംഗ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ അല്ലേ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനം, ആ പ്രവർത്തനത്തിനെയാണ് നമ്മൾ ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ആ താപോർജ്ജം ഉണ്ടാവുന്ന ഭാഗം, ആ ഒരു ഭാഗത്തിനെയാണ് ഹീറ്റിംഗ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇമേജിൻ ദിസ്. ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ നമുക്ക് എന്താണ് ഹീറ്റിംഗ് എലമെൻറ്റ് എന്ന് നോക്കാം. ഓക്കെ, സോ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി വേണം, അതുപോലൊരു നിക്രോം വയർ വേണം, പിന്നീട് അതുപോലൊരു സ്വിച്ച്. ഇതിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഓൾറൈറ്റ്, യെസ്. അപ്പോൾ നമ്മൾ 9 വോൾട്ട് ബാറ്ററീനെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തു. ഇനി അതിനെ ഒരു നിക്രോം വയറുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സെറ്റ് അല്ലേ? യെസ്. ഇനി ഞാൻ ഈ ബാറ്ററി ഓൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഈ ബാറ്ററി ഓൺ ആക്കുമ്പം എന്താ സംഭവിക്കുക? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. സോറി, നമ്മുടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ, ബാറ്ററി ഓൺ ആക്കുമ്പോൾ അല്ല, നമ്മുടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇനി ഇങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഇത് സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യോ? ഇല്ല. സർക്യൂട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്താ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇനി ഈ നിക്രോം വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിക്രോം എന്താവും? ചൂടാവാൻ തുടങ്ങും അല്ലേ. ഈ ഇലക്ട്രിക് എനർജി എന്ത് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടും? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, സോ ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഈ നിക്രോം വയറിന് പകരം വല്ല സിൽവർ വയർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അലൂമിനിയം വയർ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നിക്രോം വയർ ചൂടായതുപോലെ അത്രയും ചൂടാവുമോ? ഇല്ല. സോ നമ്മളിവിടെ നിക്രോം എടുത്തത് കൊണ്ടാണ് നമ്മുടെ വയർ അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള വയർ അത്രയും ചൂടായത്. അതുകൊണ്ട് തന്നെ നിക്രോമാണ് നമ്മൾ അയൺ ബോക്സിലൊക്കെ ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന അങ്ങനെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് എന്ത്? നിക്രോം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്നു അല്ലേ. അങ്ങനെ താപോർജ്ജം ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഭാഗത്തിനെ അതിനെയാണ് നമ്മൾ ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, now what are the characteristics of nichrome that make it suitable for a heating element? Yes, this question is very important. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അപ്പം നമ്മൾ അലൂമിനിയത്തിലൂടെ ഹീറ്റ് അതായത് താപം കടത്തിവിട്ടാൽ ഇതേപോലെ ചൂടാവുമോ? താപോർജ്ജം ഉണ്ടാവുമോ? അല്ലെങ്കിൽ സിൽവർ, ഇപ്പം നമ്മൾ നിക്രോമിന് പകരം വേറെ ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ, അലൂമിനിയോ സിൽവറോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിക്രോം ഉണ്ടാക്കുന്ന അത്രയും താപോർജ്ജം ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം എന്തോ ഒരു പ്രത്യേകത നമ്മുടെ നിക്രോമിനില്ലേ? യെസ്. അപ്പം നിക്രോമിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിക്രോം എന്തുകൊണ്ടാണ്? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിക്രോം ദാറ്റ് മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ഹീറ്റിംഗ് എലമെൻറ്റ്? ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് നമ്മൾ മറ്റൊരു മെറ്റീരിയൽ യൂസ് ചെയ്യാതെ നിക്രോമിനെ തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? അതിൻ്റെ ഒന്നാമത്തെ റീസൺ ആണ് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. ഒന്നാമത്തേതാണ് ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം. ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം എന്ന് വെച്ചാൽ എന്താ? നിക്രോം ചൂടാക്കുമ്പം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കമ്പഷൻ അല്ലെങ്കിൽ കത്തിപ്പോവോ ഒന്നും ചെയ്യുന്നുണ്ടോ? ഇല്ല. നെക്സ്റ്റ്, എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ ലോങ് ടൈം ഇൻ റെഡ് ഹോട്ട് സ്റ്റേറ്റ്. ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജ്ജം നൽകാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ നിക്രോമിനുണ്ട്. ഓക്കെ,
എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ ലോങ് ടൈം ഇൻ റെഡ് ഹോട്ട് സ്റ്റേറ്റ്, അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജ്ജം നൽകാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ നിക്രോമിനുണ്ട്. ഓക്കെ, തേർഡ് വൺ ആണ് ഹൈ റെസിസ്റ്റിവിറ്റി. നമ്മുടെ നിക്രോമിന്റെ പ്രത്യേകത എന്താ? ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് നമ്മുടെ നിക്രോം എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇലക്ട്രിസിറ്റിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യാനുള്ള ആ മെറ്റീരിയലിന്റെ കഴിവിലെ നമ്മൾ ആ വൈദ്യുതി പ്രവാഹത്തിനെ എതിർക്കാനുള്ള ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു പ്രോപ്പർട്ടീനല്ലേ നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിക്രോം നമ്മൾ അലൂമിനിയോ സിൽവറോ വേറെ ഒരു മെറ്റീരിയൽ എടുക്കാതെ നിക്രോമിനെ തന്നെ ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? ഒന്നാമത്തെ റീസൺ ആണ് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. സെക്കൻഡ്, എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ ലോങ് ടൈം ഇൻ റെഡ് ഹോട്ട് സ്റ്റേറ്റ്, അല്ലെ? ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജ്ജം നൽകാൻ, അല്ലെ? ദീർഘനേരം താപോർജ്ജം നൽകാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? നിക്രോമിനേ ഉള്ളൂ. മൂന്നാമത്തേതാണ് ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഹൈ റെസിസ്റ്റിവിറ്റി. ഇനി വാട്ട് അബൌട്ട് മെൽറ്റിംഗ് പോയിന്റ്? മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണല്ലേ നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് ഇസ് ഹൈ ഓർ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഉയർന്ന ദ്രവണാങ്കാണ്. നമ്മുടെ നിക്രോം പെട്ടെന്ന് തന്നെ ഉരുകി പോകുന്നുണ്ടോ? നമ്മുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ചൂടായി എന്ന് വെച്ച് പെട്ടെന്ന് നമ്മുടെ നിക്രോം ഉരുകി പോകുന്നുണ്ടോ? ഇല്ല, മെൽറ്റിംഗ് പോയിന്റ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഈ 3 റീസൺസ്. അപ്പം ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ് നമ്മൾ നിക്രോമിന് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? യെസ്. ഇനി ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ താപോർജ്ജം ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഇനി ഈ താപോർജ്ജത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? യെസ്. ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് എഫക്റ്റ് ഓഫ് കറണ്ട്. ഓക്കെ, ദ എഫക്റ്റ് ഓഫ് കറണ്ട്. As current increases, അതിന് മുമ്പ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒന്ന് നോക്കാം. സോ ജസ്റ്റ് ഇമേജിൻ you are taking water in a beaker. നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്ത് ഇതുപോലെ നമ്മൾ തെർമോമീറ്ററൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? ഒരു നിക്രോം വയർ, അല്ലേ, ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് നമ്മുടെ ലിക്വിഡിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ അമ്മീറ്റർ. അമ്മീറ്ററിൻ്റെ പ്രത്യേകത എന്താ? കറണ്ട് നമുക്ക്, അല്ലേ, നമ്മുടെ അമ്മീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാം, അല്ലേ? അപ്പോൾ നമ്മളിവിടെ കറണ്ടിൽ ചേഞ്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. കറണ്ടിൽ ചേഞ്ച് വരുത്തുമ്പോൾ, അല്ലെ, നമ്മുടെ ഇലക്ട്രിക് കറണ്ടിൽ ചേഞ്ച് വരുത്തുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രത്തോളം, അല്ലെ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുകയാണോ കുറയാണോ എന്നതാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ചെയ്യുന്നത്. സോ നമ്മുടെ റിസൾട്ട് എന്താണ്? ആസ് കറണ്ട് ഇൻക്രീസസ്, അല്ലേ, നമ്മുടെ കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പം ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓൾസോ ഇൻക്രീസ്. ഓക്കെ, കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ, അല്ലേ, നമ്മുടെ കറണ്ട് കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഹീറ്റ് എന്ത് ചെയ്തു? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതും അതിൻ്റെ ഒപ്പം തന്നെ കൂടാൻ തുടങ്ങി, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇനി മറ്റൊരു ഫാക്ടറാണ് നമ്മുടെ രണ്ടാമത്തെ ഫാക്ടർ, ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് റെസിസ്റ്റൻസ്. എഫക്റ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓക്കെ, സോ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. റെസിസ്റ്റൻസ് കൂടുമ്പം ഹീറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? നമുക്കറിയാം എന്തായിരുന്നു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു ഒപ്പോസ് ദി ഫ്ലോ ഓഫ് കറണ്ട്, അല്ലേ? ആ വൈദ്യുതി പ്രവാഹത്തിനെ നമ്മൾ എതിർക്കുന്ന ആ ഒരു പ്രോപ്പർട്ടീനല്ലേ, ആ ഒരു ചാലകത്തിൻ്റെ, ആ ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീനല്ലേ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എങ്കിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ, ഇപ്പം ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കേ, നമ്മളൊരു 9 വോൾട്ട് ബാറ്ററി, ഇവിടെ അലൂമിനിയം, നിക്രോം, അതുപോലെ അലൂമിനിയം വയറിലൂടെയും നിക്രോമിലൂടെയും പാസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതുപോലെ നമ്മളൊരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? അലൂമിനിയത്തിലാണോ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിക്രോമിലാണോ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി അത് എന്തിലായിരിക്കും? നിക്രോമിലായിരിക്കും. ഇനി ഈ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്ത് ഞാൻ അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റെസിസ്റ്റൻസ്, അല്ലെ, പ്രതിരോധം കൂട്ടി. എങ്കിൽ എന്ത് സംഭവിക്കും? ഹീറ്റും എന്തായി മാറും? കൂടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ വയർ ഇൻക്രീസസ് വിത്ത് ദി റെസിസ്റ്റൻസ് ഓഫ് ദി വയർ. വയറിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഹീറ്റ് കൂടും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കറണ്ട് വർദ്ധിപ്പിക്കുമ്പോൾ, അല്ലേ, കറണ്ട് കൂട്ടുമ്പോൾ ഹീറ്റ് കൂടും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ഹീറ്റ് കൂടും. ഇനി അടുത്തതാണ് എഫക്റ്റ് ഓഫ് ടൈം. ഹീറ്റ് പ്രൊഡ്യൂസസ് ഇൻ എ വയർ ഇൻക്രീസസ് വിത്ത് ടൈം ഫോർ വിച്ച് ദ കറണ്ട് ഫ്ലോസ്. ഇനി നമ്മളൊരു 10 സെക്കൻഡ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു 60 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 100 സെക്കൻഡ് വെക്കുകയാണെങ്കിൽ ടൈം ഇൻക്രീസ് ചെയ്യാണ് എങ്കിൽ എന്ത് സംഭവിക്കും? എഗെയിൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസസ്.
ഓൾറൈറ്റ്. അപ്പോൾ 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തേതാണ് കറണ്ട് അല്ലേ, കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നുണ്ട്, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹീറ്റ് കൂടുന്നുണ്ട്, ടൈം കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നുണ്ട്. ഇനി ഇതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഹീറ്റ് എനർജി കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചൂടെ? യെസ്, അതാണ് നമ്മുടെ ജൂൾസ് ലോ വെച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അഥവാ നമ്മുടെ ജൂൾ, നമ്മുടെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ, അദ്ദേഹത്തിൻ്റെ വലിയൊരു കണ്ടുപിടുത്തം. ഓൾറൈറ്റ്. അപ്പോൾ എന്താണത്? നമുക്ക് ഇക്വേഷൻ നോക്കാം. എച്ച് ഹീറ്റ് അല്ലേ, ഹീറ്റ് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? കറണ്ട് ഐ ഫാക്ടർ ചെയ്യുന്നുണ്ട്. ഹീറ്റ് എനർജി കറണ്ട് കൂടുന്നതനുസരിച്ച് ഹീറ്റ് എനർജി കൂടുന്നുണ്ട്. പിന്നെന്താ? റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഹീറ്റ് എനർജി കൂടുന്നുണ്ട്. ടൈം കൂടുന്നതനുസരിച്ച് ഹീറ്റ് എനർജി കൂടുന്നുണ്ട് അല്ലേ? എങ്കിൽ ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്തിട്ട് വി ഹാവ് എൻ ഇക്വേഷൻ ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് വാട്ട്? ജൂൾസ് ലോ. ഇതിനെയാണ് നമ്മൾ ജൂൾസ് നിയമം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. സോ ദിസ് ഇസ് നോൺ ആസ് വാട്ട്? ജൂൾസ് ലോ. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, ഇതിൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ആണ്. ആർ റെസിസ്റ്റൻസ്, ടി ടൈം. ഓക്കെ, അപ്പോൾ എന്താ അത്? നമുക്ക് അതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ നോക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കറണ്ട്. ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കറണ്ട്. കറണ്ടിൻ്റെ സ്ക്വയർ, ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, റെസിസ്റ്റൻസിനും പിന്നീട് എന്താ? ആൻഡ് ദ ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ്, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ജൂൾസ് ലോ. ഇതിനെയാണ് നമ്മൾ ജൂൾ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ജൂൾ നിയമം? വൈദ്യുതി പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിക്കുന്ന താപത്തിന്റെ അളവ് ചാലകത്തിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ വർഗത്തിനും അല്ലേ, ഐ സ്ക്വയർ കറണ്ടിന്റെ വർഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധം എന്താ? റെസിസ്റ്റൻസ്, ആൻഡ് വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും ടൈമിനും നേർ അനുപാതത്തിലായിരിക്കും അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ജൂൾസ് ലോ എന്ന് പറയുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. സിമ്പിൾ അല്ലേ? നമ്മൾ ആദ്യത്തെ മൂന്ന് ഇത് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്, എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ ജൂൾസ് നിയമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ജൂൾസ് ലോൻ്റെ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഐ അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, എല്ലാം ഡയറക്ട്ലി അല്ലേ, പ്രൊപ്പോർഷണൽ അല്ലേ? നോക്കൂ, അപ്പോൾ ഹീറ്റ് കൂടും, കറണ്ട് കൂടുമ്പം ഹീറ്റ് കൂടും, റെസിസ്റ്റൻസ് കൂടുമ്പം ഹീറ്റ് കൂടും, ടൈം കൂടുന്നതനുസരിച്ച് ഹീറ്റ് കൂടും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തന്നു. കറണ്ട് ഒരു 2 ആംപിയർ കറണ്ട്. കറണ്ടിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിലാണ്? ആംപിയറിലാണ് അല്ലേ. നെക്സ്റ്റ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓർത്ത് വെക്കാം, കറണ്ട് അല്ലേ, കറണ്ട് ഈസ് മെഷേർഡ് ഇൻ ആംപിയർ. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് നമ്മൾ ഏത് യൂണിറ്റിലാണ്? റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ഓം. പിന്നെ എന്താണ്? ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്സ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇതാണ് നമ്മുടെ ജൂൾസ് ലോ. ഇനി ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും റെസിസ്റ്റൻസും ടൈമും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി ജസ്റ്റ് ഇമേജിൻ നമുക്ക് കറണ്ടും റെസിസ്റ്റൻസും ടൈമും തന്നില്ല, വി ആണ് തന്നത്, അഥവാ നമ്മുടെ വോൾട്ടേജ് ആണ് തന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ് തന്നത് എങ്കിൽ എന്ത് ചെയ്യും? വി വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ വേണ്ടേ? എന്ത് ഇക്വേഷനെയാ? വി വെച്ചിട്ട് നമുക്ക് എച്ച് കാണാനൊരു ഇക്വേഷൻ വേണം. ഇനി ഇതിൽ നമുക്ക് വിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് എന്തറിയാം? ഓംസ് ലോ അറിയാം അല്ലേ. എന്തായിരുന്നു ഓംസ് ലോ പറയുന്നത്? ഓംസ് ലോ വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ് അല്ലേ. നമ്മൾ ഇലക്ട്രിസിറ്റീൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. വി ഇസ് ഈക്വൽ ടു ഐ ആർ, അതല്ലേ നമ്മുടെ ഓംസ് ലോ പറയുന്നത്. എങ്കിൽ നമ്മുടെ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വി ആണ് തന്നിട്ടുള്ളത് എങ്കിൽ എന്താ, വിക്ക് പകരമല്ലേ നമ്മൾ ഐ ആറിന് പകരം വി ഇട്ട് കൊടുക്കുക. പോട്ടെ, നമുക്ക് ഐക്ക് പകരം എന്താണ്? ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എച്ച് ഇസ് ഈക്വൽ ടു ഐക്ക് പകരം എന്താ? വി നോ ദാറ്റ് വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ് എങ്കിൽ ഐനെ ഞാൻ അവിടെ വെച്ചു. ഐ എന്തായിരിക്കും? വി ബൈ ആർ അല്ലേ. ആറിനെ ഞാൻ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു. എങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ എന്താ? വി ബൈ ആർ അല്ലേ. അത് ഇതിലേക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് അല്ലേ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഐക്ക് പകരം എന്താ? വി ബൈ ആർ. ഇവിടെ ഐ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇൻറ്റു ഇവിടെ ആർ ഉണ്ട്, ഇൻറ്റു ഒരു ടി ഉണ്ട്. എങ്കിൽ ഈ ആറും ക്യാൻസൽ ആയി പോവും. സോ വിൽ ഗെറ്റ് എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ.
H is equal to V square T by R. ഇനി നിങ്ങൾക്ക് V ആണ് തന്നത് എങ്കിൽ വിയുടെ വാല്യൂ അല്ലേ, നമുക്ക് വോൾട്ടേജ് ആണ് 230 വോൾട്ട്, അതുപോലെ വോൾട്ടേജ് ആണ് തന്നത് എങ്കിൽ എന്താ, കറണ്ട് തന്നില്ല, വോൾട്ടേജ് ആണ് തന്നത് എങ്കിൽ എന്താ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, ഇനി നമുക്ക് V തന്നില്ല, ഓക്കെ, ഐയും ആറും തന്നു, വിയും ആറും തന്നു. ഇനി നമുക്ക് 6 തന്നില്ല എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമേജിൻ 6 തന്നില്ല എങ്കിൽ നമുക്ക് ഹീറ്റ് കാണാൻ ഇക്വേഷൻ വേണ്ടേ? അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം V is equal to IR ആണ് അല്ലേ, R is equal to V by I. ആറിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? V by I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ H is equal to I square RTയിൽ ആറിന് പകരം എന്ത് ചെയ്യാം? ആറിന് പകരം V by I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻറ്റു ടി അവിടെ ഉണ്ട്. സോ എഗെയിൻ ഇവിടെ ഈ ഐ ക്യാൻസൽ ചെയ്യും എങ്കിൽ H is equal to VIT. സോ ഹീറ്റ് കാണാനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ ആണിത്. H is equal to VIT. സോ നമ്മുടെ അക്കോർഡിംഗ് ടു ജൂൾസ് ലോ H is equal to I square RT ആണ്. അത് കറണ്ടും റെസിസ്റ്റൻസും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ, ഇനി കറണ്ട് തന്നിട്ടില്ല, V ആണ്, വിയുടെ വാല്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് തന്നത് എങ്കിൽ, വോൾട്ടേജ് ആണ് തന്നതെങ്കിൽ, വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ H is equal to V square T by R. ഇനി നമുക്ക് 6 തന്നില്ല, റെസിസ്റ്റൻസേ തന്നില്ല എങ്കിൽ എന്താ, നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ H is equal to VIT. 3 ഇക്വേഷനും നമുക്ക് യൂസ് ചെയ്യാം. ഓൾറൈറ്റ്, ഇപ്പോൾ ഈ 3 ഇക്വേഷന് ഒറ്റൊരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് തരാത്തത് ഏതാണോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഓംസ് ലോയിലെ V equal to IR വെച്ചിട്ട് നമുക്കതിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് 6 തന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? 6ന് പകരം നമ്മൾ V by I എടുക്കുക. പോട്ടെ, നമുക്ക് ഐയുടെ വാല്യൂ തന്നില്ല എങ്കിൽ ഐക്ക് പകരം നമ്മൾ എന്ത് കണ്ടാൽ മതി? V by R എടുത്താൽ മതി. R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഫൈനൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ 3 ഇക്വേഷൻ എന്ത് ചെയ്യുക? നന്നായിട്ട് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഓംസ് ലോ യൂസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൾറൈറ്റ്, എല്ലാവരും റെഡിയാണോ? മനസ്സിലായോ? ഓക്കെ, യെസ്. നെക്സ്റ്റ്, എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തൂടെ? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തൂടെ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ്? എ കറണ്ട് ഓഫ് 0.5 ആംപിയർ ഫ്ലോ ത്രൂ എ കണ്ടക്ടർ വിത്ത് 100 ohm റെസിസ്റ്റൻസ് ഫോർ 5 minutes. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിനെ എടുത്ത് എഴുതണം അല്ലേ. അപ്പം ഇവിടെ കറണ്ട് ഓഫ് 0.5 ആംപിയർ ആണ്. അപ്പം നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട് 0.5 ആംപിയർ, ഐയുടെ വാല്യൂ ആണ് 0.5 ആംപിയർ. ത്രൂ എ കണ്ടക്ടർ വിത്ത് 100 ohm റെസിസ്റ്റൻസ്, ആറിൻ്റെ വാല്യൂ ആണ് 100 ohm. ഓക്കെ, 100 ohm റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ഫോർ 5 minutes, ടൈം എന്താണ്? 5 minutes ആണ്. സോ 5 into 60 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 300 സെക്കൻഡ്. സോ ടൈം തന്നിട്ടുണ്ട് 300 സെക്കൻഡ് ആണ്. എങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്? ഹീറ്റ് അല്ലേ, നമ്മുടെ ഹീറ്റ് ആണ് കാണേണ്ടത്, താപാണ് കാണേണ്ടത് എങ്കിൽ എച്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ലേ എന്താണ്? H is equal to I square RT ആണ്. ഇവിടെ നമുക്ക് ഐയുടെ വാല്യൂ ഉണ്ട്, ആർ ഉണ്ട്, ടി ഉണ്ട് എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. H is equal to I square RT ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐയുടെ വാല്യൂ 0.5 ഇൻറ്റു 0.5, ഐ സ്ക്വയർ ആയതുകൊണ്ട് 0.5 ഇൻറ്റു 0.5, ആറിന് പകരം 100 ഇൻറ്റു ടി എത്രയാണ്? 300 സെക്കൻഡ് ആണ്. നമുക്കറിയാം ടൈം എടുക്കുമ്പോൾ എപ്പോഴും എന്താ, നമ്മളത് സെക്കൻഡ്സിൽ, ചിലപ്പോൾ മിനിറ്റിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ മറന്നു പോവാതെ നമ്മൾ മിനിറ്റിൽ കാൽക്കുലേഷൻ ചെയ്ത് എന്താ തെറ്റിപ്പോയി. സോ മിനിറ്റിലാണ് തന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വാല്യൂസ് എടുത്ത് എഴുതുന്ന സമയത്ത് തന്നെ മിനിറ്റിലുള്ള വാല്യൂസിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓൾറൈറ്റ്, ഇന്നിപ്പോൾ നമുക്ക് സെക്കൻഡിലെ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എങ്കിൽ 300 ആണ് ഇവിടെ. സോ H is equal to 0.5 ആണ്. സോ 0.0025 വരും. ഇവിടെ 100 ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഒരു ഡെസിമലിന് ഇങ്ങോട്ട് റൈറ്റിലേക്ക് എടുത്തൂടെ? സോ ഇതിന് 25 ഇൻറ്റു 300 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഇൻറ്റു 00. ഇനി ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് ഓഫ് ഹീറ്റ് ഈസ് ജൂൾ അല്ലേ. നമ്മൾ ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ് അല്ലേ. ഇനി നമ്മൾ ഫുഡിലുള്ള എനർജിയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജൂളിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? കാലോറീസ് യൂസ് ചെയ്യും. റൈറ്റ്, കാലോറീസും കിലോ കാലോറീസും ഒക്കെ യൂസ് ചെയ്യും. കിലോ കാലോറീസും ഒക്കെ എന്താ? എനർജിയുടെ യൂണിറ്റ് തന്നെയാണ്. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജൂളാണ്. ഓക്കെ, നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനോടുള്ള ആദരവ് സൂചകമാണ് നമ്മൾ ഹീറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എനർജിയുടെ യൂണിറ്റ് എന്താക്കിയത്? ജൂളാക്കിയത്. ഓൾറൈറ്റ്, ഇപ്പോൾ നമ്മുടെ ഹീറ്റ് എനർജിയുടെ വാല്യൂ എത്രയാണ്? സോ നമ്മുടെ കറക്റ്റ് ആൻസർ എത്രയാണ്? 7500 ജൂൾ. എത്ര പേർക്ക് കിട്ടി? എല്ലാവർക്കും കിട്ടിയോ?
യെസ് 7500 ജൂൾ കിട്ടി അല്ലേ? യെസ്. നെക്സ്റ്റ് എങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ? ഓക്കെ, യെസ്, ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇതിൽ തന്നെ നമുക്കൊരു ബി പാർട്ട് ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ബി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇഫ് എ കറണ്ട് ഓഫ് 0.1 ampere flow through this conductor for 5 minutes, what will be the quantity of heat produced? Okay, if a current of 1 ampere, ഇവിടെ നമുക്ക് കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ ഇവിടെ നമ്മൾ 0.5 ആംപിയറിൻ്റെ കേസിലാണ് 7500 ജൂൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് 1 ആംപിയർ ആണെങ്കിൽ കറണ്ട് I is equal to 1 ampere. Alright, if a current of 1 ampere flows through this conductor for 5 minutes, again ടൈം എത്രയാണ് പറയുന്നത്? 5 മിനിറ്റ് ആണ് എങ്കിൽ 5 into 60, 300 സെക്കൻഡ്. For 5 minutes, what will be the quantity of heat produced? എങ്കിൽ എന്താണ്? H is equal to, again നമ്മൾ എന്ത് ചെയ്താൽ മതി? I square RT. നമ്മുടെ റെസിസ്റ്റൻസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? കണ്ടക്ടർ മാറുന്നുണ്ടോ? ഇല്ല. If a current of 1 ampere flows through this conductor, same conductor, കണ്ടക്ടർ മാറുന്നില്ലല്ലോ, അപ്പം റെസിസ്റ്റൻസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. സോ നമുക്ക് H is equal to I square RT, സെയിം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും? നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 100 ഓൾറെഡി തന്നിട്ടുണ്ട്. എങ്കിൽ കറക്റ്റ് ആൻസർ എത്രയായിരിക്കും? H is equal to, or H is equal to, ഐയുടെ വാല്യൂ I 1 ആംപിയർ ആണല്ലേ? സോ I സ്ക്വയർ 1 into 1 I സ്ക്വയർ RT, ആറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 100 ohm ഇൻറ്റു ടി എത്ര സെക്കൻഡ് ആണ്? 300 സെക്കൻഡ്. സോ H is equal to 3, 1, 2, 3, 4, 2, 3, 4, 30,000 joule. So the correct answer is 30,000 joule. Okay, so എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ ദ കറണ്ട് വാസ് ഡബിൾ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കറണ്ട് ഡബിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച്. വെൻ ദ കറണ്ട് വാസ് ഡബിൾഡ്, ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ ബിക്കെയിം 4 times. ഓക്കെ, കറണ്ട് ഡബിൾ ചെയ്തപ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് 4 times ആയി. എന്ന് വെച്ചാൽ എന്താണ് കറണ്ട് ഡബിൾ ചെയ്തപ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് 4 times ആയി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. നമുക്കറിയാം കറണ്ട് ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയില്ലേ? H is equal to I square RT ആണ്. ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ H is equal to I square RT ആണ്. The heat produced in the conductor became 4 times when the current was double. അപ്പോൾ ഞാൻ കറണ്ടിനെ ഡബിൾ ചെയ്തു എന്ന് വിചാരിക്കുക. കറണ്ടിനെ ഡബിൾ ചെയ്തെന്ന് വെച്ചാൽ എന്താ? I എന്തായി മാറി? 2I ആയി മാറി. ഓക്കെ, കറണ്ട് ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? I 2I ആയി മാറിയതല്ലേ? ഓക്കെ, സോ H is equal to I സ്ക്വയറിന് പകരം എന്തായി? ഐക്ക് പകരം അത് 2I all square RT. ഇപ്പം എന്താണ്? H is equal to 2 square. 2 square എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണല്ലേ? അപ്പം നമുക്ക് ഡയറക്റ്റ്ലി 4 എഴുതാം. H is equal to 2 square, that is 4. I square RT. അപ്പം നമ്മുടെ പുതിയ ഹീറ്റ് അല്ലേ? H ഡാഷ് എന്തായി? 4 into I square RT. 4 into I square RT എന്തായിരുന്നു? H ആണ് അല്ലേ? H is equal to I square RT ആണ്. അപ്പം ന്യൂ ഹീറ്റ് അല്ലേ? H ഡാഷ് എന്തായി? 4H ആയി. 4 times കൂടി. സോ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് വൈ വെൻ ദ കറണ്ട് വാസ് ഡബിൾ അല്ലേ? കറണ്ട് ഇരട്ടിയാക്കിയപ്പോൾ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം 4 മടങ്ങായി അല്ലേ? കറണ്ട് ഇരട്ടിയാക്കിയപ്പോൾ കറണ്ട് ഇതാണ് I 2I ആയി അല്ലേ? കറണ്ടിനെ ഇരട്ടിയാക്കിയപ്പോൾ നമ്മുടെ ചാലകത്തിലൂടെ പാസ് ചെയ്യുന്ന ഹീറ്റ് അല്ലേ? താപോർജ്ജം എന്തായി മാറി? 4 ഇരട്ടിയായി മാറി. എങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? അങ്ങനെയെങ്കിൽ കറണ്ട് പകുതിയായി കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം അല്ലേ? വാട്ട് ഹാപ്പൻസ് ടു ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് ദ കറണ്ട് ഇസ് ഹാഫ്ഡ്? കറണ്ട് ഹാഫ് ആയത് കഴിഞ്ഞാൽ അതിനെ എന്താക്കി മാറ്റി? I/2 ആക്കി മാറ്റി. അതിനെ I/2 കറണ്ടിനെ ഹാഫ് ആക്കി മാറ്റി. എങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് എത്രയാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ? എങ്കിൽ H is equal to I square RTക്ക് പകരം നമ്മൾ നമ്മുടെ ഇക്വേഷൻ H is equal to I square RT ആണ്. ബട്ട് I സ്ക്വയറിന് പകരം I/2 all square RT. ഓക്കെ, സോ H is equal to I/2. ഓക്കെ, I/2 എന്ന് പറഞ്ഞാൽ എന്താ? I square by 2 square 4 RT. നമുക്ക് എങ്ങനെ എഴുതാം? 1/4 into I square RT. ഓക്കെ, ഇപ്പം ന്യൂ H അല്ലെ? H ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? H ഡാഷ് ഇസ് ഈക്വൽ ടു, അപ്പം നമുക്ക് H ഡാഷിന് വാല്യൂ കിട്ടും 1/4 into H അല്ലേ? 1/4 into H ഹീറ്റ് ഇൻറ്റു അല്ലെ? H/4 നമ്മുടെ ഹീറ്റിൻ്റെ 4ആയി കുറഞ്ഞു. സോ നമ്മുടെ ആൻസർ എന്താണ്? ഹാഫ് ആണോ ക്വാർട്ടേഡ് ആണോ? ക്വാർട്ടേഡ് ആയി അല്ലേ? 4/1 മാറി. ഈ 1/4 into H എന്ന് വെച്ചാൽ എന്താ? H/4 ആണ് അല്ലേ? 4/1 കുറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് പറയാം? കറണ്ട് പകുതിയായി കുറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദിക്കുന്ന താപം, കറണ്ട് പകുതി I/2 ആയി കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന താപം അല്ലെ? ഹീറ്റ് എന്തായി? 4/1 കുറയാണ് ചെയ്യുന്നത്. അപ്പം സംശയമൊന്നുമില്ലല്ലോ? യെസ്.
എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓപ്പറേറ്റിംഗ് at 230 വോൾട്ട് is 90 ohm, what is the quantity of heat produced in 10 minutes? Again simple അല്ലേ, H is equal to I square RT ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്ത് നോക്കുക. ഓൾറൈറ്റ്, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. സോ ദാറ്റ് ഈസ് ഇലക്ട്രിക് പവർ. ഓക്കെ, ഇലക്ട്രിക് പവർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 3-4 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ ഹീറ്റ് വയർ റിലേറ്റഡ് ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. H is equal to I square RT യും H is equal to V square R by T ഒക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇലക്ട്രിക് പവർ. ഓക്കെ, ഇലക്ട്രിക് പവർ എന്താണ്? പവർ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ അല്ലേ, വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം. അഥവാ ഒരു വൈദ്യുതി ഉപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തി. ഒരു വൈദ്യുത ഉപകരണം അല്ലെ, ഇപ്പോൾ ഒരു ബൾബ് ആണെങ്കിൽ ഒരു ബൾബ് അല്ലേ, ഒരു യൂണിറ്റ് സമയത്തിൽ ആ ബൾബ് പ്രവർത്തിക്കുന്ന ചെയ്യുന്ന വർക്ക് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ്, ദ വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം. എങ്കിൽ ഇതിനൊരു ഇക്വേഷൻ കൊടുത്തൂടെ? പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ബൾബ് ആണെങ്കിൽ അല്ല, ഏതോ ഒരു ഇലക്ട്രിക് ഉപകരണം ആവട്ടെ, അതൊരു യൂണിറ്റ് സമയത്തിൽ പ്രവർത്തിക്കുന്ന ആൾ ചെയ്യുന്ന വർക്ക് അതിനല്ലേ പറയുന്നത്. സോ നമുക്ക് പവറിന് ഇക്വേഷൻ കൊടുക്കാം, വർക്ക് ബൈ ടൈം. കറക്റ്റ് അല്ലേ? ഒരു യൂണിറ്റ് സമയത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെ, യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ്, യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് അല്ലേ, യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്ക്, അതിനല്ലേ പവർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇലക്ട്രിക് പവർ? ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം, വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് അല്ലേ. ഇലക്ട്രിക് പവറാണ് നമുക്ക് പഠിക്കാനുള്ളത്, അഥവാ വൈദ്യുത പവറാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് പവർ? ദ വർക്ക് ഡൺ ബൈ ദാറ്റ് ഇലക്ട്രിക് അപ്ലയൻസ് അല്ലേ, ആ ഒരു വൈദ്യുത ഉപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന വർക്ക് അല്ലേ, പ്രവൃത്തി, അതിനല്ലേ നമ്മൾ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ ഓർത്ത് വെക്കുക, P is equal to W by T. ഇനി നമുക്ക് എഗെയിൻ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ലേ, നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കും? നമുക്ക് പവർ കാണാൻ ചോദിക്കുമ്പോൾ നമ്മളോട് തന്നിട്ടുള്ളത് എന്താണ്? 240 വോൾട്ടും പവർ നമുക്ക് റെസിസ്റ്റൻസും ഒക്കെ ആയിരിക്കും തരിക. എങ്കിൽ നമ്മൾ അതിൻ്റെ ടേമിൽ എഴുതണ്ടേ? W by T ഇക്വേഷൻ മാത്രം മതിയോ? നമുക്ക് പോരാ. അപ്പം നമുക്ക് പവറിന് വേറൊരു ഇക്വേഷൻ കണ്ടെത്തണം. സോ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചില്ലെങ്കിലും ഫൈനൽ ഇക്വേഷൻ ഓർത്ത് വെക്കുക. P is equal to എന്താണ്? W by T ആണ് അല്ലേ. സോ ഒരു ഇലക്ട്രിക് അപ്ലയൻസ് ചെയ്യുന്ന വർക്ക് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് പറയുന്നത്. സോ ദിസ് വർക്ക് ഈസ് കൺവേർട്ടഡ് ടു വാട്ട്? ഹീറ്റ് എനർജി അല്ലേ. സോ നമുക്ക് W by Tന് പകരം നമുക്ക് എന്ത് എഴുതാം? H by T എന്ന് എഴുതാം. എങ്കിൽ P is equal to H എന്ന് പറഞ്ഞാൽ എന്താണ്? I square RT ആണ്. I square RT by T, T ക്യാൻസൽ ചെയ്ത് പോയി. എങ്കിൽ നമുക്ക് P is equal to I square R. ഒരു ഇലക്ട്രിക് ഡിവൈസിൻ്റെ പവർ കാണണമെങ്കിൽ നമുക്കതിൻ്റെ കറണ്ടും അതിലെ റെസിസ്റ്റൻസും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പവർ കണ്ടെത്താൻ പറ്റില്ലേ? സോ നമുക്ക് പവറിനൊരു ഇക്വേഷൻ കൊടുക്കാം. P is equal to I square R. ഓക്കെ, നമുക്ക് കറണ്ടും റെസിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ പവർ കാണാനുള്ള ഇക്വേഷനാണിത്. P is equal to I square R. എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്? P is equal to W by T. വർക്ക് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. വർക്ക് എന്താണ്? work is converted to what? Heat energy അല്ലേ. ഹീറ്റിൻ്റെ ഇക്വേഷൻ ആണ് H is equal to I square RT. സോ I square RTയിലേക്ക് നമ്മൾ വർക്കിന് പകരം I square RT ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഈ T ക്യാൻസൽ ആയിപ്പോയി കഴിഞ്ഞാൽ P നമുക്ക് എന്ത് കിട്ടി? I square R. ഇതെങ്ങനെ കിട്ടുന്നു എന്ന് പഠിക്കേണ്ട. P equal to I square R ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇനി എഗെയിൻ നമ്മൾ ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് പവറിന് വേറെയും 2 ഇക്വേഷൻ കണ്ടെത്താം. ചിലപ്പോൾ നിങ്ങൾക്ക് കറണ്ടും റെസിസ്റ്റൻസും തരുന്നതിന് പകരം V ആണ് തന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്, വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ കാണണ്ടേ. സോ അതിന് വേണ്ടി നമുക്ക് റെസിസ്റ്റൻസിന് പകരം V ഈക്വൽ ടു IR, അതിന് പകരം എന്ത് കൊടുക്കാം? റെസിസ്റ്റൻസിന് പകരം V by I കൊടുക്കാം. ഞാൻ റെസിസ്റ്റൻസിന് റിമൂവ് ചെയ്യാണ്. എങ്കിൽ P is equal to I square into V by I. സോ I ക്യാൻസൽ ചെയ്ത് പോയി. സോ വിൽ ഗെറ്റ് VI. P is equal to VI. പവർ കാണാൻ P is equal to VI ഇക്വേഷൻ യൂസ് ചെയ്യാം. P is equal to VI. ഓക്കെ, പവർ കാണാനുള്ള സെക്കൻഡ് ഇക്വേഷൻ ആണിത്. അപ്പോൾ ഇവിടെ കറണ്ടും റെസിസ്റ്റൻസും തന്നാൽ പവർ കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. വോൾട്ടേജും കറണ്ടും തന്നു കഴിഞ്ഞാൽ പവർ കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ 2 കേസിലും കറണ്ട് ഉണ്ട് അല്ലേ. ഇനി നിങ്ങൾക്ക് കറണ്ടേ തന്നിട്ടില്ല, I വാല്യൂവേ തന്നിട്ടില്ല എങ്കിൽ നമുക്കൊരു ഇക്വേഷൻ വേണ്ടേ. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഐക്കൊരു ഇക്വേഷൻ കാണാം അല്ലേ. V ഈക്വൽ ടു IR, ഓംസ് ലോ നമുക്കറിയാം. സോ I is equal to what? V by R. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? P is equal to I square R അല്ലേ. P equal to
സോ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആറിൽ ഓക്കെ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആറിന് പകരം നമുക്ക് ഐക്ക് പകരം എന്ത് കൊടുക്കാം വി ബൈ ആർ കൊടുക്കാം. സോ വി സ്ക്വയർ ഐ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ വരും ഇൻറ്റു ഒരു ആറ് പോയി. സോ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ വരും. ഓക്കെ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പവർ കാണാനുള്ള മറ്റൊരു ഇക്വേഷനാണിത്. ഓക്കെ പവർ കാണാനുള്ള മൂന്നാമത്തെ ഇക്വേഷനാണിത്. സോ പവർ കാണാൻ നമുക്ക് 3 ഇക്വേഷൻസ് ആണുള്ളത്. പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പി ഈസ് ഈക്വൽ ടു വി ഐ, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഓക്കെ ഇപ്പോൾ എഗെയിൻ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിക്കുക. നമ്മൾ ജൂൾസ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി പഠിക്കുന്ന പോലെ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ പഠിച്ചാൽ മതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഓംസ് ലോ വി ഈസ് ഈക്വൽ ടു ഐ ആർ ഇക്വേഷൻ വെച്ച് നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓൾറൈറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ പവർ കാണാനുള്ള ഇക്വേഷൻ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തൂടെ? എങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തൂടെ? ഓക്കെ പവർ എങ്ങനെയാണ് കാണേണ്ടത് നമുക്ക് മനസ്സിലായി. എങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാം റെഡിയാണോ? പവർ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇലക്ട്രിക് പവർ. ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അറ്റ് വാട്ട് അപ്ലൈഡ് വോൾട്ടേജ് വിൽ എൻ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് മാർക്ക് 800 watt 240 volt produce a power of 200 watts? ഓക്കെ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 800 വാട്ട്സ്. ഇനി പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്സ് ആണ് അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ W. ഓക്കെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? പവർ ആണ്. 800 വാട്ട്സ് പവർ തന്നിട്ടുണ്ട്. 800 വാട്ട്സ്. പിന്നീട് നമുക്ക് വിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 240 വോൾട്ട്. ഇപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് അപ്ലയൻസിൻ്റെ മേലെ 800 വാട്ട്സ് 240 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ പവർ ആയിരിക്കും, മറ്റേത് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും അല്ലേ? ഓക്കെ എങ്കിൽ പിയും വിയും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? 800 വാട്ട് പവർ ഉള്ളൊരു ബൾബ് അല്ലേ 240 വോൾട്ടേജിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അല്ലേ 800 വാട്ട്സ് 240 വോൾട്ട് എന്ന് എഴുതിയ ഒരു വൈദ്യുത ഉപകരണത്തിന്റെ പവർ 200 വാട്ട് ലഭിക്കുന്നത് എത്ര വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോഴാണ്? നമ്മളോട് ചോദിക്കുന്നത് 800 വാട്ട്സിൽ നമ്മൾ 240 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ 200 വാട്ട്സ് പവർ ഉള്ളൊരു ബൾബ് അല്ലെ അത് പ്രവർത്തിക്കുമ്പോൾ അല്ലെ എത്ര വോൾട്ടേജിലാണത്? അത് പ്രവർത്തിക്കാൻ എത്ര വോൾട്ടേജ് വേണം? വി എത്രയാണെന്ന് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? പി നമുക്കറിയാം. പി 800 വാട്ട്സ് ആകുമ്പോൾ 240 വോൾട്ടേജിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് പി 200 വാട്ട്സ് ആകുമ്പോൾ അതേ എത്ര വോൾട്ടേജിൽ അല്ലേ എത്ര വോൾട്ടേജിൽ പ്രവർത്തിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ബൾബിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? സോറി ബൾബല്ല, നമ്മുടെ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് ആണ് അല്ലേ? ആ ഒരു വൈദ്യുത താപന ഉപകരണമാണ്. ഉപകരണം നമ്മൾ മാറ്റുന്നുണ്ടോ? ഇല്ല, സെയിം ഉപകരണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്ത് സെയിം ആയിരിക്കും? റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും അല്ലേ? റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും. സോ നമുക്ക് പിനെയും വിനെയും ആർ റെസിസ്റ്റൻസ് അല്ലേ നമ്മുടെ പ്രതിരോധം ആറിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ? അപ്പോൾ ആദ്യം തന്നെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിനൊക്കെ എടുത്തെഴുതുക. അതിനുശേഷം അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അല്ലേ നമ്മളിപ്പോൾ ജൂൾസ് ലോ ആണെങ്കിൽ ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട് 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക് പവറുമായി ബന്ധപ്പെട്ട 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വൈദ്യുത പവറുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ പിയും വിയും ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം വൈദ്യുത അല്ലേ നമ്മുടെ ഉപകരണം മാറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതണം. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതുന്നതിന് മുന്നേ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ അറിയാം. പി എന്തായിരുന്നു? വി സ്ക്വയർ ബൈ ആർ. തൊട്ട് മുമ്പ് നമ്മൾ പിയും വിനെയും ആറിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ പഠിച്ചതാണ്. പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ഇക്വേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. എങ്കിൽ പവർ കാണും. എങ്കിൽ നമുക്കിവിടെ പവറും വിയും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. എങ്കിൽ ആർ ഈസ് ഈക്വൽ ടു ആറിനെ ഞാൻ LHS എടുത്തു. സോ വി സ്ക്വയർ ബൈ പി. ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. ഓൾറൈറ്റ്. ഇനി എങ്കിൽ വി സ്ക്വയർ വി എത്രയാണ്? 240 ഇൻറ്റു 240 വി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി. പി ആണ് 800. സോ 0 ഈ 0 നമുക്ക് കട്ട് ചെയ്ത് പോകും. 24ൽ 8 എത്രയാണ്? 8 ഇൻറ്റു 3 അല്ലേ 24. 8 ഇൻറ്റു 3 24. സോ 3 ടൈംസ്. എങ്കിൽ 24 ഇൻറ്റു 3 ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? 12 72. സോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 72 ഓം ആണ് നമ്മുടെ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇലക്ട്രിക് ഡിവൈസിലെ ഈ ഒരു തന്നിട്ടുള്ള വൈദ്യുത താപന ഉപകരണം ആ ഹീറ്റിംഗ് അപ്ലയൻസ് അതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടെത്തി. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടെത്തിയത്? പവർ കാണാൻ വേണ്ടിയിട്ട്, വി കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് പിയും ആറും ഉള്ള ഇക്വേഷൻ അല്ലേ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള പിയും വിയും ആണ്. അപ്പോൾ അതിൽ നിന്ന് 6 കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടിൻ്റെയും 6 സെയിം ആണ്. അപ്പോൾ നമ്മൾ ആ R വാല്യൂ അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വി കാണാൻ പറ്റില്ലേ?
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടി. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 72 ആണ്. 72 ഓം. 72 ഓം ആണ് ആറ് എങ്കിൽ നമുക്ക് എന്ത് കാണണം? നമ്മുടെ ഇക്വേഷൻ P is equal to V²/R ആണ്. therefore V² കാണാൻ V²നെ ഞാൻ അവിടെ വെച്ചു, ആറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന ഇത് ഡിവൈഡഡ് ബൈ ആറ് LHSലേക്ക് പോകുമ്പോൾ എന്തായി മാറും? ഇൻറ്റു ആറായി മാറും. സോ P ഓൾറെഡി അവിടെ ഉണ്ട്, P ഇൻറ്റു ആർ. സോ V² is equal to പിയുടെ വാല്യൂ നമുക്കറിയാം 200 ആണ് അല്ലേ. 200 വാട്ട്സ് ആവുമ്പം റെസിസ്റ്റൻസ് 72 ഓം is equal to V² എത്രയാണ്? 72 ഇൻറ്റു 2 ചെയ്തപ്പോൾ നമുക്ക് 144 കിട്ടും. 144,0,0. സോ V²ൻ്റെ വാല്യൂ ആണ് 144. ഓക്കെ, 144,000 കിട്ടിയത് അല്ലേ. 1,44,000 കിട്ടിയത് അല്ലേ. ഇനി 1,44,000 അല്ല 14,400 കിട്ടിയത് എങ്കിൽ V കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ. റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും അല്ലേ. 12 അല്ല, 144ൻ്റെ റൂട്ട് 12, 100 വരുന്നതുകൊണ്ട് 10 അല്ലേ. സോ 120 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 120. ഇത് വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ എന്താണ്? V നമ്മൾ യൂണിറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് 120 വോൾട്ട്. അപ്പോൾ നമ്മുടെ പവറിൻ്റെ ഏത് ഇക്വേഷനാണ്? നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ P is equal to V²/R. മൂന്നാമത്തെ ഇക്വേഷനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ലേ. യെസ്, ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പവർ കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് പാർട്ട് അതുകൂടി പറയാം നമുക്ക്. ദാറ്റ് ഈസ് വാട്ട് ഹവർ മീറ്റർ. കണ്ടിട്ടുണ്ടോ വാട്ട് ഹവർ മീറ്റർ? നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അളക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. നമ്മുടെ ഈ വാട്ട് ഹവർ മീറ്ററിൽ നോക്കിയിട്ടാണ് നമ്മൾ എത്രമാത്രം കറണ്ട് യൂസ് ചെയ്തു, എത്ര യൂണിറ്റ് എനർജി, എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഈ വാട്ട് ഹവർ മീറ്റർ യൂസ് ചെയ്തിട്ടല്ലേ. യെസ്. ഇനി ഈ വാട്ട് ഹവർ മീറ്ററിൽ നമ്മൾ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? one unit of electric energy അല്ലേ. എന്താണ് ഒരു യൂണിറ്റ് ഇലക്ട്രിക് എനർജി? 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി അല്ലെ. 1 kWh എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എനർജി കൺസ്യൂം ബൈ എൻ അപ്ലയൻസ് വിത്ത് 1000 watt പവർ ഇൻ 1 hour. ഓക്കെ, അപ്പോൾ നമ്മൾ വീടുകളിൽ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്നല്ലേ ഈ വാട്ട് ഹവർ മീറ്റർ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? കിലോ വാട്ട് ഹവറിലാണ്. ഓക്കെ, കിലോ വാട്ട് ഹവറിലാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. നമ്മൾ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്നത് ഏതില്ലേ? നമ്മുടെ വാട്ട് ഹവർ മീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹൗസ് ഹോൾഡ് പർപ്പസിന് ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്നത് കിലോ വാട്ട് ഹവറിലാണ്. ഓക്കെ, കിലോ വാട്ട് ഹവർ അഥവാ 1 യൂണിറ്റ് ഓഫ് എനർജി. ഈ 1 കിലോ വാട്ട് ഹവറിനെയാണ് നമ്മൾ 1 യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത്. 1 യൂണിറ്റ് ഓഫ് എനർജി. ഓക്കെ, അതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ ആണിത്. 1 കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ എന്താ? 1000 വാട്ട്സ്, 1000 വാട്ട് പവർ ഉള്ളൊരു അപ്ലയൻസ് അല്ലേ, ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് 1 hour വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എനർജി, അതിനെയാണ് 1 യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത്. എന്താണ്? 1000 വാട്ട്സ് പവർ ഉള്ള ഒരു ഇലക്ട്രിക് ഡിവൈസ് 1 hour വർക്ക് ചെയ്യുമ്പോൾ വേണ്ടി വരുന്ന അല്ലേ യൂസ് ചെയ്യുന്ന എനർജിനെയാണ് 1 യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രിക് എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഇസ് പവർ ഇൻ വാട്ട്സ് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഇൻ വാട്ട്സ് അല്ലേ, വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂർ അല്ലേ, ടൈം ഇൻ ഹവേഴ്സ്. നമ്മൾ ഇത്രയും നേരം ജൂൾ നിയമം പ്രകാരം ടൈം എടുത്തിട്ടുള്ളത് ഏതിലാണ്? സെക്കൻഡ്സിലാണ്. പക്ഷേ കിലോ വാട്ട് ഹവർ ആയതുകൊണ്ട് അല്ലെ നമ്മുടെ വൈദ്യുതോർജ്ജം കിലോ വാട്ട് ഹവറിൽ കണ്ടെത്തുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ടൈമിനെ ഹവറിൽ തന്നെ, മണിക്കൂറിൽ തന്നെ എടുക്കണം, ഡിവൈഡഡ് ബൈ 1000. ഓൾറൈറ്റ്, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം, പെട്ടെന്ന് ചെയ്ത് നോക്കാം. In a house, 600 watt grinder operates for 1 hour, 360 watt fans for 6 hours and 10 watt LED bulb for 10 hours. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് തന്നെ പറയാം. എ 600 watt ഗ്രൈൻഡർ. ഓക്കെ, പവർ 600 watt ഗ്രൈൻഡർ, പവറാണ് 600 watt ഫോർ 1 hour. ടൈം നമുക്ക് തന്നിട്ടുണ്ട്, ടൈം ഇൻ ഹവർ ആണ്. എത്രയാണ്? 1 hour ആണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തത് 360 watt ഫാൻ ഫോർ 6 hours. പവർ തന്നിട്ടുണ്ട് അല്ലേ, 60 watts ആണ്. അതുപോലെ ടൈം തന്നിട്ടുണ്ട് 6 hour ആണ് അല്ലേ, ടൈം ഇൻ ഹവർ തന്നിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ, 6 എണ്ണയിലെ നമ്പർ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫാൻസ് അല്ലേ, ഫാൻസ് എത്രയാണ്? 6 ആണ്. ഇനി മൂന്നാമത്തെ എന്താണ്? 10 watts LED ബൾബ് ഫോർ 10 hours. ഓക്കെ, 10 watts LED. അപ്പം പവർ തന്നിട്ടുണ്ട്, LED പവർ തന്നത് 10 watts ആണ്. പിന്നീട് ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 10 hour ആണ്, 10 മണിക്കൂറാണ്. ഇനി നമ്പർ എത്ര LED ഉണ്ട്? നമ്പർ ഓഫ് LED
എഗെയിൻ 10 LED അല്ലേ? യെസ്. അപ്പം ഇത് മൂന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതാം. അതിനുശേഷം ഓരോന്നിൻ്റെയും എത്രമാത്രം അല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് വിൽ ബി ദ എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ്സ് പെർ മന്ത്. ഓക്കെ, നമുക്ക് ആദ്യം പെർ ഡേ നോക്കാം, അതിനുശേഷം മന്തിലേക്ക് പോകാം. സോ പെർ ഡേ നോക്കാം. ഇവിടെ നമ്പർ എത്രയാണ്? 1. നമ്പർ ഓഫ് ഫസ്റ്റ് വൺ ഈസ് ഗ്രൈൻഡർ. നമ്പർ ഓഫ് ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി നമുക്ക് ഓരോ കേസിലും ഒരുമിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ ഇലക്ട്രിക് എനർജി, എത്രമാത്രം ഇലക്ട്രിക് എനർജി യൂസ് ചെയ്തു, എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു അല്ലേ, പവർ ഇൻ വാട്ട്സ് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000 അല്ലേ? സോ ഇവിടെ പവർ ഇൻ വാട്ട്സ് 600 ആണ്. പവർ ഇൻ വാട്ട്സ് ഇൻറ്റു ടൈം ഇൻ ഹവർ 1 ഡിവൈഡഡ് ബൈ 1000. 0 പോയി. 6/10 0.6. ഓക്കെ, ഇവിടെ 1 ഒറ്റൊന്നല്ലേ ഉള്ളൂ. 0.6 ഇൻറ്റു 1 0.6. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.6 kWh ആണ്. സെക്കൻഡ് കേസിൽ എഗെയിൻ ഇലക്ട്രിക് എനർജി യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇക്വേഷൻ പവർ ഇൻ വാട്ട്സ് എത്രയാണ്? 60 വാട്ട്സ് ആണ്. 60. ഓക്കെ, പവർ ഇൻ വാട്ട്സ് ഇൻറ്റു ടൈം ഇൻ ഹവർ 6 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 6 ഇൻറ്റു 6 36 കിട്ടും. 36/100 എത്രയാണ്? 0.36. ഇനി ഇത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഇല്ലേ? 6 ബൾബിൽ 6 ഫാനില്ലേ? സോ 0.36 ഇൻറ്റു ഒരു 6 ചെയ്യാം. 0.36 ഇൻറ്റു 6. So we'll get a value of 1.08. So we'll get 1.08. Alright. ഇനി മൂന്നാമത്തത് അഗെയിൻ നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രിക് എനർജിയാണ് കണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഇൻ വാട്ട്സ്. പവർ ഇൻ വാട്ട്സ് ഇസ് 10 വാട്ട്സ് ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ഈസ് ഇക്വൽ ടു 10. അഗെയിൻ 10 മണിക്കൂറാണ്. അപ്പം 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1000. ഒരു 0 പോയി. ഓക്കെ, 1/10 എന്ന് വെച്ചാൽ എത്രയാണ്? 0.1 ആണ്. 1/10 is 0.1. ഓക്കെ, ഇനി എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് LED 10 എണ്ണം ഇല്ലേ? സോ 0.1 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇനി എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒക്കെ സം എടുക്കുക. സോ ടോട്ടൽ എനർജി യൂസ്ഡ്, ടോട്ടൽ എനർജി കൺസ്യൂംഡ് എത്രയായിരിക്കും? 0.6 പ്ലസ് 1.08 പ്ലസ് 1. ഓൾറൈറ്റ്, അപ്പം നമുക്ക് ടോട്ടൽ എനർജി എത്ര കിട്ടും? സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 2.68. 2.68. Okay, 2.68 kWh. So that is the correct answer. Okay, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മൂന്നാമത്തെ ഇക്വേഷൻ ഇലക്ട്രിക് എനർജി ഇൻ കിലോവാട്ട് ഹവർ കാണാൻ പവർ ഇൻ വാട്ട്സ് ഇൻറ്റു ടൈം ഇൻ ഹവർ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. ഓൾറൈറ്റ്, ഇനി TOD ബില്ലിംഗ് അഥവാ ടൈം ഓഫ് ദി ഡേ ബില്ലിംഗ് എന്ന് വെച്ചാൽ എന്താ? ഒരു ദിവസത്തിലെ എല്ലാ മണിക്കൂറും ഒരേ ചാർജാണോ എടുക്കുന്നത്? അല്ല, പീക്ക് ടൈം അല്ലേ? പീക്ക് ടൈം ഉണ്ട്. എന്താണ് നമ്മൾ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ? 6 AM to 6 PM അതൊരു സ്ലോട്ടാണ്. അതിനുശേഷം 6 PM to 10 PM. ഓക്കെ, ഇതാണ് നമ്മുടെ പീക്ക് ടൈം എന്ന് പറയുന്നത്. 6 PM to 10 PM. അതിനുശേഷം 10 PM to 6 AM എന്താണ്? അടുത്ത സ്ലോട്ട്. സോ ദ ടൈം സോൺ ഫ്രം 10 PM to 6 AM ഈസ് കൺസിഡർഡ് ഫോർ നോർമൽ ചാർജ്. ഇവിടെ എന്തായിരിക്കും? നോർമൽ ആണ്. ഇതെന്താണ്? പീക്കാണ്. ഇനി 6 AM to 6 PM ദ ബില്ലിംഗ് റേറ്റ് ഇസ് മിനിമം. 6 AM to 6 PM ബില്ലിംഗ് എന്താണ്? മിനിമമാണ്. ബില്ലിംഗ് മിനിമം എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ചാർജിൻ്റെ എമൗണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം നമ്മൾ എന്താണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? പീക്ക് ടൈമിൽ നമ്മൾ മാക്സിമം ഇലക്ട്രിക് ഡിവൈസസിലെ അതിൻ്റെ യൂസേജ് കുറക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻഷുർ ദാറ്റ് ദി ഹൈ പവർ അപ്ലയൻസിലെ കൂടുതൽ പവർ വേണ്ട അപ്ലയൻസസ് ലൈക്ക് ഇലക്ട്രിക് അയൺ ബോക്സ്, നമ്മളെ മോട്ടർ, പമ്പ്, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, ഇതൊക്കെ ആ സമയത്ത് അതിൻ്റെ യൂസേജ് എന്ത് ചെയ്യണം? കുറക്കണം. ഓക്കെ, യെസ്. സോ നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് എനർജി ക്രൈസിസ് അഥവാ ഊർജ്ജ പ്രതിസന്ധി. എന്താണ് ഊർജ്ജ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഊർജ്ജത്തിനെ നമുക്ക് നശിപ്പിക്കാനാവില്ല അല്ലേ? നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചു. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവുന്നത്? നമുക്ക് ഊർജ്ജം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോമിൽ വേണം അല്ലേ? നമ്മുടെ ഊർജ്ജത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലേ? ഊർജ്ജത്തിൻ്റെ ആവശ്യകതയിലുള്ള വർധനവും ലഭ്യതയിലുള്ള കുറവിനെയാണ് നമ്മൾ ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ക്രൈസിസ് ഉണ്ടാവുന്നത് നമുക്ക് എനർജി യൂസബിൾ ഫോമിൽ വേണം. അപ്പോൾ അതില്ലാണ്ടാവുന്നതിനാണ് നമ്മൾ എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് എനർജി എന്തായി മാറുന്നു? ഹീറ്റ് എനർജിയും. ഇപ്പം ബൾബ് കത്തുമ്പോൾ അല്ലേ, നമ്മൾ അനാവശ്യമായിട്ട് ഒരു ബൾബ് കത്തിച്ചിടുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഇലക്ട്രിക് എനർജി ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ആ ഹീറ്റ് എനർജി ലൈറ്റ് എനർജി നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള എനർജി കൺവേർഷൻസ് അല്ലേ? അപ്പോൾ ഒരു ആവശ്യകതയിലുള്ള അല്ലേ, നമുക്ക് ആവശ്യമുള്ള രൂപത്തിലുള്ള എനർജീൻ്റെ ലോസിലെ എനർജി ഇല്ലായ്മ, അതിനെയാണ് നമുക്ക് ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്നത്, എനർജി ക്രൈസിസ്. Okay, so
നെക്സ്റ്റ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അതുപോലെ സോളാർ പവർ പ്ലാന്റ് അല്ലേ. നമ്മളെ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അല്ലേ എന്താണ് യൂസ് ചെയ്യുന്നത്? സോളാർ പവർ പ്ലാന്റ് ആണ്. അപ്പം നമുക്കറിയാം ഒരു എയർപോർട്ടിൽ ഒരു ദിവസം കുറേ കിലോ വാട്ട് ഹവേഴ്സോ എന്ത് വേണം? ഇലക്ട്രിസിറ്റി അല്ലേ. നമുക്ക് അത്രയും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാമുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രോ പവർ വെച്ചിട്ടല്ല, സോളാർ എനർജിയാണ്. സോളാർ എനർജീൻ്റെ പ്രത്യേകത എന്താ? റിന്യൂവബിൾ ആണ് അല്ലേ. റിന്യൂവബിൾ ആണ്, നമുക്ക് പിന്നെയും റീയൂസ് ചെയ്യാം. മാത്രമല്ല വിമാനത്താവളത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഈ ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളത് KSEBക്ക് നൽകുന്നു അല്ലേ. സോ വളരെ മോട്ടിവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു. ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പം എല്ലാവരും ഇത് ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട്. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് V തന്നിട്ടുണ്ട്, എടുത്ത് എഴുതാം. ദെൻ കറണ്ടാണ് 2 ആംപിയർ എന്ന് കാണുമ്പോൾ തന്നെ എന്താണ്? കൺസ്യൂം 2 ആംപിയർ കറണ്ട്. 2 ആംപിയർ കറണ്ട് ഉപയോഗിക്കുന്നു. I ആണ് തന്നിട്ടുള്ളത് 2 ആംപിയർ. What is the quantity of heat produced in 5 minutes? Again, time തന്നിട്ടുണ്ട് 5 minutes. 5 minutes മാത്രം എഴുതാൻ പാടുണ്ടോ? ഇല്ല, അതിനപ്പം തന്നെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഹവറിലായിട്ട് കാണേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ വാട്ട് ഹവർ മീറ്ററിൽ അല്ലേ, നമ്മുടെ ഇലക്ട്രിക് എനർജിയാണ് കാണേണ്ടതെങ്കിൽ അതിനെ വാട്ട് ഹവർ മീറ്ററിൽ തന്നെ വെക്കുക. കിലോ വാട്ട് ഹവർ മീറ്റർ യൂസ് ചെയ്യുന്നില്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ടൈമിനെ ഹവറിൽ തന്നെ വെക്കണം. ഈ കേസിൽ എന്താ ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 5 minutes അല്ലേ. ടൈമിനെ 5 minutes എന്താക്കി മാറ്റണം? സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ ഫൈൻ വാട്ട് ഈസ് എനർജി കൺസ്യൂം ബൈ ദിസ് അപ്ലയൻസ് ഇൻ 5 minutes ബൈ ഓപ്പറേറ്റിംഗ് അറ്റ് 115 വോൾട്ട് അല്ലെ 150 വോൾട്ട് അല്ലേ. ഈ ഉപകരണം 115 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ 5 മിനിറ്റിലുണ്ടായ ഊർജ്ജ ഉപഭോഗം എത്ര? ഓക്കെ, സോ യെസ്, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓർത്ത് വെക്കണം. നമ്മൾ ജൂൾസ് ലോ H = I²RT പ്ലസ് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി 2 ഇക്വേഷൻസ് അല്ലേ. ഇനി ഇലക്ട്രിക് പവർ നമ്മൾ പഠിച്ചു. പവർ എന്തായിരുന്നു? വർക്ക് ബൈ ടൈം ആണ് അല്ലേ. ഒരു ഇക്വേഷൻ പഠിക്കാം, അതിനുശേഷം ബാക്കി ഓംസിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി ഇക്വേഷൻസും ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. എക്സാം അടുത്ത് കഴിഞ്ഞു, പിന്നെ നമുക്ക് ടൈം കളയാനുണ്ടോ? ഇല്ല. അപ്പോൾ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.